മനസ്സ് നന്നാവട്ടെ. ഇന്ന് നമ്മൾ ഏവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു അറിവിന് വേണ്ടിയാണ്. NSSഉം കേരള സ്റ്റേറ്റ് IT മിഷനും സംയുക്തമായി നടത്തുന്ന OSM മാസ് അവയർനെസ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. വഴിവിളക്ക് എന്ന് പേരിട്ട ഈ പരിപാടിയിൽ OSM അഥവാ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും അത് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് അറിയുവാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനുമായ ISTGCK സെക്രട്ടറിയും സ്റ്റാഫ് അഡ്വൈസറുമായ പ്രൊഫസർ അശോകൻ സാറാണ്. സാറിനെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു തേജസ്വി. കൂടാതെ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുവാൻ പോകുന്ന വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ റിതിൻ രാജ് സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും വഴിവിളക്ക് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വഴിവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി അഥവാ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മുഖ്യാതിഥി പ്രൊഫസർ അശോകൻ സാറിനെ ക്ഷണിക്കുന്നു. സർ. ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് വീഡിയോ ഇല്ലാതൊക്കെ പോകാം കേട്ടോ. ഓക്കെ, മനസ്സ് നന്നാവട്ടെ എന്ന അതിൽ തന്നെ നമ്മൾ തുടങ്ങാം. നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് NSS യൂണിറ്റ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന വഴിവിളക്ക് എന്ന ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് മാസ് അവയർനെസ് പ്രോഗ്രാം, ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന പ്രൊഫസർ റിതിൻ രാജ്, വയനാട് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ NSS പ്രോഗ്രാം ഓഫീസർ, അതുപോലെ ഇതിന്റെ മുഖ്യ സംഘാടകയായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന NSS വളണ്ടിയർ സെക്രട്ടറി തേജശ്രീ, പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ. കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസ മേഖലയിൽ ആ മേഖലയിലുള്ള NSS യൂണിറ്റുകൾ ഒരുപക്ഷെ സംയുക്തമായി തന്നെ വേണമെങ്കിൽ പറയാം. കേരള സ്റ്റേറ്റ് IT മിഷന്റെ പദ്ധതികളുമായി സഹകരിച്ച് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന വഴിവിളക്ക്, അതായത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് മാസ് അവയർനെസ് പ്രോഗ്രാം, ഈ പ്രോഗ്രാം ഒരു ഫ്രീ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന്റെ എന്താ പറയുക, ആ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ വളരെ സ്പീഡായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും കഴിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എന്നെ ക്ഷണിച്ചതിൽ ഇതിന്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും NSS എന്ന് പറയുമ്പോൾ NSS എന്റെ വിദ്യാഭ്യാസ ജീവിതത്തിലും അത്രയും ഒരു പ്രോഗ്രാമിലാണ് തിരിച്ചു വിളിക്കാൻ കേട്ടോ, ഒരു പ്രോഗ്രാമിലാണ് തിരിച്ചു എന്റെ വിദ്യാഭ്യാസ കാലത്തും, അതായത് പ്രത്യേകിച്ച് പണ്ട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ NIT, അവിടെ ഒരു 4 വർഷം BTech ഞാൻ അവിടെ പഠിച്ചതാണ്. ആ സമയത്ത് ആ കോളേജ് വിദ്യാഭ്യാസ കാലമാണല്ലോ ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ നടക്കുന്നത്. അപ്പോഴും ഞാൻ NSSന്റെ ഒരു നല്ലൊരു വളണ്ടിയർ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSSന്റെ 2 ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ദശദിന ക്യാമ്പ് തോട്ടുമുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ട് ലെവലിംഗ് പ്രോസസ്, അതിനുശേഷം ഒരു 4 ദിവസത്തെ ക്യാമ്പ്, അത് മലപ്പറമ്പ് ഓർഫനേജസ്, അവിടെ ഒരു 4 ദിവസം. അപ്പൊ അങ്ങനെ ഒരു നല്ല അനുഭവം എനിക്ക് പഠനകാലത്തിന് ഉണ്ടായിരുന്നു NSSുമായിട്ട്. ആ ഒരു ബന്ധം അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ NSS യൂണിറ്റും, ഞാൻ കടന്നുപോയ എല്ലാ NSS യൂണിറ്റുമായിട്ടും ഞാൻ നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വിദ്യാഭ്യാസ, അതായത് ഔദ്യോഗിക ജീവിതം, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെയും വലിയൊരു NSS സംഘം തന്നെയുണ്ട്. അതായത് NSSന്റെ 2-3 യൂണിറ്റ് അന്നും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു. കോഴിക്കോട് എഞ്ചിനീയറിംഗ് വന്നപ്പോൾ അവിടെയും NSS വളരെ സ്ട്രോങ് ആണ്. NSSന് അവിടെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അവിടെയുള്ളത്. അപ്പം
ഈ ഈ രണ്ട് യൂണിറ്റിലും, പ്രത്യേകിച്ച് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് NSSന്റെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ക്യാമ്പുകളിലൊക്കെ പോയിട്ടുണ്ട്, ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്കാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ IST വളരെ സ്ട്രോങ് ആണ്. അവിടുന്ന് ISTയുടെ കൂടെയും കൂടി സഹകരിച്ചപ്പോൾ ISTയെ പറ്റി നല്ലൊരു എന്താ പറയുക ബോധം എനിക്കുണ്ട്, എങ്ങനെയൊക്കെയാണ് ISTയുടെ പ്രവർത്തനം എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ IST വളരെ വീക്കാണ്. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തി. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയപ്പോൾ ഞാൻ ISTയുടെ ഒരു പുതിയ വിത്ത് ഇവിടെ അങ്ങോട്ട് പാകി എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നനച്ച് വളർത്തി നല്ലൊരു ഫലഭൂയിഷ്ടമായ ഒരു സമ്പുഷ്ടമായ ഒരു വൃക്ഷമായി വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഞാനും ആ ISTയുടെ ആ ഗ്രൂപ്പും അങ്ങനെ അതിനെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നത് എന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഈ ISTയുടെ ഈ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള എല്ലാം, പ്രത്യേകിച്ച് NSSലുള്ള പല വളണ്ടിയർമാരും നമ്മുടെ തന്നെയാണ് ഈ ISTയിലെ മെമ്പേഴ്സ് ആണ്. അതുപോലെ ISTയിലെ പല മെമ്പേഴ്സും NSSലെ വളണ്ടിയേഴ്സ് ആണ്. അപ്പൊ തമ്മിൽ നല്ലൊരു ബ്രിഡ്ജിങ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഈ NSS എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ നല്ലൊരു ആത്മബന്ധമുണ്ട്. ഇപ്പോഴും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നപ്പോഴും ഈ NSSന്റെ എല്ലാ ക്യാമ്പുകളിലും, ഞാൻ വന്നതിന് ശേഷമുള്ള എല്ലാ ദശദിന ക്യാമ്പുകളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ വന്ന് കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഒരു ദിവസം മടങ്ങാറ്. നിങ്ങൾക്ക് ചെറിയൊരു ഉപഹാരമൊക്കെ തന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളൊരു ബന്ധം വിട്ടുപോകാതെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാന്. അതായത് NSSനോട് ഉള്ള അന്നേ ഉള്ള ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇതുപോലെ നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ NSSന്റെ ക്യാമ്പും NSSന്റെ പ്രവർത്തനങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഈ വിദ്യാഭ്യാസ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിത്വ വികസനത്തിനുള്ള ഒരു പരിശീലന പാഠശാലയായിട്ട് നമുക്ക് NSSനെ കാണാൻ കഴിയും. കാരണം നമ്മൾ NSSൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പേഴ്സണൽ മെച്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ എക്സലൻസ്, അതുപോലെ നമ്മുടെ ഇന്റർപേഴ്സണാലിറ്റി സ്കില്ല്, മാനേജ്മെന്റ് സ്കില്ല്, ഇങ്ങനെയൊക്കെ കുറെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കുറെ വാക്കുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്, പ്രായോഗിക തലത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളിലും നല്ലൊരു എന്താ പറയാ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഈ NSSന്റെ പ്രവർത്തനത്തിൽ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതിൽ ഒരു സംശയവുമില്ല. നമ്മൾ NSSലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ, ഒരാളോട് സംസാരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ, എന്തെങ്കിലും ഒരു കാര്യം തന്നെ അത് നീ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് അതിനെന്ത് ചെയ്യാൻ ട്യൂൺ ചെയ്യുന്ന കാര്യത്തിൽ, ഈ എല്ലാ കാര്യത്തിലും NSSന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവവും അതുപോലെ തന്നെ കിട്ടുന്ന എന്താ പറയുക എക്സ്പീരിയൻസിന്റെ ഒരു പ്രത്യേക എന്താ പറയുക എഫക്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതെനിക്ക് അന്ന് പണ്ടേ അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും NSSന്റെ കൂടെ നടക്കുന്നവർക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക പ്രതിബദ്ധത, അത് പ്രത്യേകിച്ച് NSSൽ കൂടി ഒരുപാട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ പലപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരു എന്താ പറയാ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഹിഡൻ ആയിട്ട് കിടക്കുക, അല്ലെങ്കിൽ ടോട്ടലി ഒരു കവേർഡ് ആയ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കും പോലെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചല്ലാതെ നമ്മൾ എന്തൊക്കെയല്ലോ കാര്യമായിട്ട് ഇവിടെ പഠിക്കുന്നു, അതിന്റെ സാമൂഹികമായ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അത് സമൂഹത്തിന് എങ്ങനെയൊക്കെ അതിന്റെ ഗുണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എന്തൊക്കെയല്ലോ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ട് എന്താണ് അവർക്ക് ഈ ഇൻഡസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ എന്തെങ്കിലും ഇൻവെൻഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്നൂടാ? പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളിലേക്ക് വരൂ, ഞങ്ങളിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിലുള്ള മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പുതിയൊരു എന്താ പറയാ പ്രോസസ്സ് നിങ്ങൾ നടപ്പിലാക്കി തരൂ. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഈ നമ്മളെന്താ പറയാ നമ്മുടെ ടെക്നോളജിയുടെ സൊസൈറ്റി ബെനിഫിറ്റഡ്, ഇൻഡസ്ട്രി ബെനിഫിറ്റഡ്, അല്ലെങ്കിൽ എൻവയോൺമെന്റലി ബെനിഫിറ്റഡ്, അല്ലെങ്കിൽ റൂറൽ ടെക്നോളജി ബെനിഫിറ്റഡ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ വാക്കുകൾ നമ്മളെ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ നല്ലൊരു ബ്രിഡ്ജിങ് നൽകുവാൻ എഞ്ചിനീയറിംഗ് കോളേജിന് കഴിയും. ആ പ്ലാറ്റ്ഫോമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മളെ NSSന് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ടെക്നോളജിയുടെ അങ്ങനെയുള്ള സാമൂഹികമായ തലത്തിലേക്ക് നമ്മൾ പ്രളയം വന്ന് ഒരുപാട് പ്രളയ ദുരന്തങ്ങളൊക്കെ നടന്ന സമയത്ത് 2 പ്രാവശ്യം പ്രളയമുണ്ടായി. ആ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് NSSലെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു. അവരെ എന്താ പറയാ അവശത അനുഭവിക്കുന്നവരൊക്കെ കണ്ട് വേണ്ട സാന്ത്വനവും സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ NSS എന്ന് പറയുമ്പം ശരിക്കും സാമൂഹികമായ സേവനം വേണ്ട മേഖലകൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ അവശത അനുഭവിക്കുന്ന മേഖലകളിലുള്ള ആൾക്കാരെ കണ്ടെത്തി
അവർക്ക് സമയോചിതമായ സഹായ സഹകരണങ്ങളും സാന്ത്വനങ്ങളും ഒക്കെ നൽകി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് NSS ഉള്ളത്. അത് തികച്ചും നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നമ്മുടെ പ്രൊഫൈലില് നമ്മളെ ബയോഡാറ്റ അല്ലെങ്കിൽ പ്രൊഫൈൽ എന്ന് പറയുന്നതിന്റെ ഭാഗത്ത് നമുക്ക് അറിയാതെ ആഡ് ചെയ്യുന്ന കുറെ അച്ചീവ്മെന്റ്സ് ആണ് നമുക്ക് ഈ NSSന്റെ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാവുന്നത്. അതും സാമൂഹികമായിട്ട് അതിന്റെ എഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ പ്രോഗ്രാം തന്നെ വഴിവിളക്ക് എന്ന് പറയുന്നത് NSS, അതായത് വിവരശേഖരണത്തിന്റെ പുതിയ വെളിച്ചമായിട്ടാണ് NSS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് നമ്മളെ ഏരിയയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു, നമ്മളെ യൂണിറ്റിൽ നിന്ന് തുടങ്ങുന്നു, നമ്മുടെ കോളേജിൽ നിന്ന് തുടങ്ങുന്നു, നമ്മളെ പ്രദേശമായിട്ട് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി അവിടുത്തെ വലിയൊരു വിവരശേഖരണം നമ്മൾ നടത്തി. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ അപ്പുറത്തായി ഒരു ഫ്രീ സോഫ്റ്റ്വെയർ വഴി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഔട്ട്റീച്ച് നടത്തുന്നു. പിന്നീട് അത് കേരളം മുഴുവനുള്ള കോളേജ് മേഖലകളിലുള്ള NSS വളണ്ടിയേഴ്സിന്റെ സംയുക്ത പ്രവർത്തനത്തിൽ കൂടി അത് വികസിപ്പിച്ച് ജില്ലാ തലത്തിലും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലൊക്കെ വളർന്ന് വലിയൊരു പദ്ധതിയായി മാറും എന്നതിൽ സംശയമില്ല. ബിക്കോസ് അങ്ങനെ പറയാൻ കാരണം NSS ആണ് ഇത് ഏറ്റെടുക്കുന്നത് എന്നത് കൊണ്ട് തന്നെയാണ്. കാരണം NSS നമ്മൾ ഒരിക്കലും വെറുതെ ഇങ്ങനെ വാക്കുകൾ പറഞ്ഞ് നമ്മളിങ്ങനെ വായുവിൽ ഇങ്ങനെ ചിത്രം വരക്കുന്ന രീതിയല്ല NSSനുള്ളത്. NSSന് എപ്പോഴും എന്താണ്, പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കി അതിന്റെ സാമൂഹികമായിട്ടുള്ള എന്താ പറയാ തലത്തിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ ഉപയോഗം സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് NSSൽ എപ്പോഴും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി നമ്മൾ NSS ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ NSS അതിന് എല്ലാം മറന്ന് അതിന്റെ ഏറ്റവും താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ വേരിയേഷൻ ഉള്ള ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചെടുത്ത് ഇത് ഏത് തരത്തിൽ ഇതിനെ മികവിലേക്ക് എത്തിക്കാമെന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു ചർച്ചകൾ നടത്താൻ പറ്റും. അതിനായിട്ട് വിശദമായിട്ടുള്ള ഒരു ക്ലാസ് തരാൻ വേണ്ടിയിട്ട് രതിൻ രാജ് സാർ ഇവിടെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാനിപ്പം പോകുന്നില്ല. എന്തായാലും NSS ഇങ്ങനത്തെ ഒരു കാര്യം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എന്താണ്, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമെന്നതിൽ സംശയമില്ല. അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളെ കോളേജ് തലത്തിൽ, നമ്മുടെ പ്രിൻസിപ്പൽ ആയാലും നമ്മളെ കോളേജ് കൗൺസിൽ ആയാലും അല്ലെങ്കിൽ നമ്മളെ HOD മാര്, ഡീൻ, പ്രൊഫസേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്, ഇങ്ങനെ നമ്മളൊരു വലിയ ഗ്രൂപ്പാണ്. ഓഫീസ് സ്റ്റാഫ്, പാരന്റ് ടീച്ചർ അസോസിയേഷൻ, അലുമിനി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പല എന്താണ് വിഭാഗങ്ങളായി മാറിയെങ്കിലും എല്ലാവർക്കും എന്താണ് ഒരേ ലക്ഷ്യങ്ങളാണ്. നമ്മുടെ കോളേജിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യങ്ങൾ. അങ്ങനത്തെ എല്ലാ സഹായ സഹകരണം, പ്രത്യേകിച്ച് ഈ മേഖലയിൽ തന്നെ വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആ മേഖലയിൽ തന്നെ ഒരുപാട് കഴിവുള്ള അധ്യാപകരും അതുപോലെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും, കൂടാതെ അധ്യാപകരും ഉണ്ടാവും. അവരുടെയൊക്കെ ഒരു നല്ലൊരു സഹായ സഹകരണം നിങ്ങൾക്ക് ഇതിലുണ്ടാവും എന്നതിലൊരു സംശയമില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് തികച്ചും എന്താണ്, ഒരു ഔട്ട്റീച്ച്, ഒരു സോഷ്യലി ബെനിഫിറ്റഡ് എന്നുള്ളൊരു അപ്രോച്ചിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതൽ ഇതിനെ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ഇതുവഴി നിങ്ങൾക്ക് കിട്ടാൻ ഇവിടെ സാർ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പദ്ധതി നമ്മൾ പറഞ്ഞിരിക്കുന്ന വഴിവിളക്കിൽ കൂടി നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രകാശം അല്ലെങ്കിൽ ഒരു അറിവ്, ഇത് തികച്ചും സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള മികവ് അല്ലെങ്കിൽ എന്താ പറയുക സമ്പന്നത ഉണ്ടാവട്ടെ എന്ന് ഇതിനോട് കൂടി ഞാൻ ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പദ്ധതി വഴിവിളക്ക് എന്ന പദ്ധതി, അതായത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് മാസ് അവയർനെസ് പ്രോഗ്രാം, ഈ ഒരു പദ്ധതി ഔപചാരികമായി സസന്തോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയ പ്രൊഫസർ രതിൻ രാജ് സാറിനെ ക്ഷണിക്കുന്നു. സർ. ബഹുമാനപ്പെട്ട പ്രൊഫസർ അശോക് സർ, NSS കുടുംബാംഗങ്ങളെ മനസ്സിലാവട്ടെ. ആക്ച്വലി വളരെ ഒരു സന്തോഷമുണ്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിന് ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മളൊക്കെ പലതവണ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും പറ്റിയിട്ടില്ല. എന്നാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ ആക്റ്റീവായിട്ട് അക്കാദമിക്കലിയും മറ്റു കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട്, ഈവൻ സ്പോർട്സിലാണെങ്കിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കോളേജാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇന്ററാക്ഷൻ തരാൻ കഴിഞ്ഞതിൽ ഞാനൊരു വളരെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ശരിക്കും ശരിക്കും സന്തോഷമാണ്. ഇപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഡാറ്റ കുറവായതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നു കേട്ടോ. നമുക്ക് സ്ക്രീൻ ഷെയറിലേക്ക് പോവാം.
നമ്മളോട് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മാപ്പിംഗ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പം മാപ്പിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മുടെ ഗൂഗിൾ മാപ്പ്. ഞാൻ നിങ്ങൾക്ക് ഈ നിങ്ങൾ കാണുന്നത്, സോറി നിങ്ങൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഗൂഗിൾ മാപ്പാണിത്. ഗൂഗിൾ മാപ്പിൽ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാം, നമ്മുടെ ഡാറ്റാസ് കാണാൻ പറ്റും, നമ്മുടെ പിന്നെ മാപ്പ് ട്രാഫിക് ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കോളേജ്, ഞാൻ നിങ്ങളുടെ കോളേജ് ഒന്ന് നോക്കിയാണ്, കണ്ണൂർ ധർമ്മശാല തളിപ്പറം. എസ് ഗവൺമെന്റ് കോളേജ്. ഓക്കെ, നമ്മുടെ പിന്നെ നമുക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം. അത് വ്യക്തിപരമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ മെയിൻ ആവശ്യം കമ്മ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ കമ്മ്യൂട്ട് ചെയ്യാന്നതിനപ്പുറത്ത് വേറെ പല ആവശ്യത്തിനും നിങ്ങൾ ഗൂഗിൾ മാപ്പ് പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ പിന്നെ നിങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ കാണാൻ ആന്തൂർ മുനിസിപ്പാലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ആ മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഫോൺ നമ്പർ അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ആ ആന്തൂർ മുനിസിപ്പാലിറ്റി നിങ്ങൾ ക്ലിക്ക് ചെയ്യും, നിങ്ങളുടെ ഫോൺ നമ്പർ റെഫർ ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കും, എന്താ ആവശ്യമുണ്ട് ഫോൺ വിളിച്ച് ചോദിക്കും. അത് നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഉദാഹരണം നിങ്ങൾ ഏതെങ്കിലും നാട്ടിലെ ഷോപ്പുകളിലേക്കോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ട്രാവൽ ഏജൻസികളോ ഈവൻ റെയിൽവേ സ്റ്റേഷന്റെ നമ്പർ ആണെങ്കിൽ പോലും പലപ്പോഴും ചില ആൾക്കാർ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് പകരം മാപ്പ് സെർച്ചിലാണ് ആൾക്കാർ നോക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാപ്പിലേക്ക് എത്തിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾ ഈ ഗൂഗിൾ മാപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇപ്പം എനിക്കിപ്പോ ഇവിടെ ഇത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എനിക്കറിയാം. ഇപ്പൊ ഗൂഗിളിന്റെ കയ്യിലൊരു മാപ്പ് ഉണ്ട്, ഒരു സാറ്റലൈറ്റ് ഇമേജ് ഉണ്ട്. ആ ഇമേജിൽ കുറെ പിന്നെന്താ പേരുകളൊന്നും കാണില്ല, ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ആ ബിൽഡിംഗ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ പിന്നെ മാനുവലി ചെയ്യുന്നതാണ്. ഓരോരുത്തരായിട്ട് ഓരോരോ ആൾക്കാർ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഓരോ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തിട്ടുണ്ട്. ദെൻ പാർക്കിംഗ് ഏരിയ ഫോർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, GCK ബേസിക് വർക്ക്ഷോപ്പ്, പാർക്കിംഗ് ഏരിയ ദർ. ദെൻ യുവർ സോക്കർ ഫീൽഡ്, ഇവിടെ സോക്കർ ഫീൽഡ്, ടണൽ, കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ്, അങ്ങനെ കുറേയേറെ സാധനങ്ങൾ, കുറേയേറെ ഡാറ്റാസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതെ ഇത് ഡാറ്റ ആഡ് ചെയ്യുന്നതല്ല, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അപ്പൊ അത് പിന്നെ അതിന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ അത്തരത്തിൽ ഞാൻ 2014 മുതൽ നിങ്ങളിപ്പം ഡാറ്റ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് അവിടെ യുവർ കോൺട്രിബ്യൂഷൻ എന്നൊരു ടാബ് കാണാൻ പറ്റും, ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 546 റിവ്യൂസ് ആൻഡ് 50 റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഏകദേശം മോർ ദാൻ 1800 ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ മാപ്പിലേക്ക്. അത് ഏകദേശം 1,58,00,000 മോർ ദാൻ 1,58,00,000 വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യും, അവിടുത്തെ റിവ്യൂസ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ 2014 to 2018 ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അത്രയും കാലം ഞാൻ ഈ ഗൂഗിൾ മാപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് എനിക്കൊരു ഗൂഗിളിന്റെ ഒരു സോക്സ് അയച്ചു തന്നായിരുന്നു. പിന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഗൂഗിളിന്റെ, പിന്നെ ഏകദേശം ഒരു 150 കോൺട്രിബ്യൂട്ടേഴ്സിന്, അതായത് മാപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അവർ ആക്ച്വലി ഒരു ട്രിപ്പൊക്കെ കാലിഫോർണിയൻ ട്രിപ്പൊക്കെ കൊടുത്തായിരുന്നു. അപ്പൊ നമ്മൾ അപ്പൊ അങ്ങനെ ഒരു ഹെവി ട്രിപ്പൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഈ ഗൂഗിൾ നമുക്ക് പേജ്, നമുക്ക് ഇങ്ങോട്ട് എന്താ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തരുന്നുണ്ട്. ചിലർക്ക് ക്യാമറ അയച്ചു കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ, വീഡിയോസ്. ഇപ്പം ഞാൻ ഇതിൽ 360 ഡിഗ്രി വീഡിയോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 360 ഡിഗ്രി വീഡിയോസ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയൊക്കെ ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട് പലർക്കും. ഒരു മാപ്പിംഗ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഗൂഗിൾ മാപ്പ് ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടുന്ന സർവീസ് അല്ലേ. അപ്പൊ അവരിങ്ങനെ നമുക്ക് നമ്മൾ അങ്ങോട്ട് ചുമ്മാ അത് ആഡ് ചെയ്യുമ്പോൾ എന്തിനാണ് അവർ നമുക്ക് എന്തിനാണ് അവർ പിന്നെ പൈസ തരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്ക് തരുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളിൽ പലരും ഈ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ എത്ര കോൺട്രിബ്യൂഷൻസ് ചെയ്തു എന്നൊക്കെ നോക്കാം. ഇനി ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രൈവറ്റ് മാപ്പാണ്, ഇത് ഗൂഗിളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഇത് അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഞാനിതിൽ കുറെ ഇപ്പൊ നിങ്ങൾ സൂം ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലോക്കൽ ആയിട്ടുള്ള ഷോപ്പുകൾ, ലോക്കൽ ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും കൂടെ ആഡ് ചെയ്തതായി കാണാം. ഈ ആഡ് ചെയ്തത് കേരളത്തിലും മിക്ക എല്ലാ ഡാറ്റകളും ആഡ് ചെയ്തത് കേരളത്തിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ
ഇങ്ങനെ ഓരോന്നോരോന്ന് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഡാറ്റാസ് വേണം. ഉദാഹരണത്തിന് ഇത് കണ്ണൂർ ഡിസ്ട്രിക്ട് മാപ്പാണ്. ഇപ്പൊ ഈ കാണുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട് മാപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ഭരണ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു പുതിയൊരു റോഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് മാപ്പുകൾ വേണം. ഇപ്പൊ നിങ്ങളുടെ എല്ലാം ഭരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഏതാ ലോക്കൽ നിങ്ങളുടെ പഞ്ചായത്തിലോ വില്ലേജിലോ പോയാലോ അവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു പേപ്പർ കാണാൻ പറ്റും. ഒരു പേപ്പറിലാണ് അവിടെ മാപ്പ് ഉണ്ടാകുക. ആ പേപ്പറിലുള്ള മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ അതിര് പറയുന്നത്. അവര് വേറെ എന്തെങ്കിലും ഒരു അവിടുത്തെ അംഗൻവാടി എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവിടെയൊക്കെ അതിന്റെ ഒരു മാപ്പ്, ഈ ഒരു മാപ്പിനകത്ത് ഒരു കുത്തിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും അംഗൻവാടി. എനിക്ക് അതുകൊണ്ട് നമുക്ക് അതാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫയൽ, ഈ പറഞ്ഞ പേപ്പർ ഫയലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ മാപ്പ് എന്ന രീതിയിൽ നമുക്ക് നോക്കിയാൽ ജസ്റ്റ് കാണാൻ പറ്റും അവിടെ എങ്ങനെ സാധനം ഉണ്ടെന്നൊക്കെ. പക്ഷെ അതിന് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കൊരു പേപ്പറിൽ നമുക്ക് എത്രത്തോളം ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റും, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ ഡാറ്റയും അതിൽ ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം നമ്മളിങ്ങനെ നമ്മളൊരു പ്രോബ്ലം നമ്മളിങ്ങനെ ഫേസ് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ ഇരിക്കെ അതൊരു പ്രോബ്ലം ആണെങ്കിൽ പോലും അതൊരു ചലഞ്ചിങ് പ്രോബ്ലം ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ അപ്പോഴാണ് ആക്ച്വലി നമുക്ക് 2018 ഫസ്റ്റ് ഫ്ലഡ് വരുന്നത്. ഫസ്റ്റ് ഫ്ലഡ് വരുന്നത് സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പലപ്പോഴും ഈ പറഞ്ഞ ഇവിടെ നമുക്കൊരു വാഴവട്ടണം പുഴ ഉണ്ട്. ഈ പുഴയുടെ ഫ്ലഡ് പ്ലെയിൻ എവിടെയാണ്, ഈ പുഴ എവിടെയൊക്കെ ഒഴുകുന്നുണ്ട്, ഏതിലോട്ട് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മാപ്പ് ചെയ്യാൻ ആ ഒരു പേപ്പറിൽ പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഗവൺമെന്റുകളായിക്കോട്ടെ, നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്തത് ഡിജിറ്റൽ മാപ്പാണ്. അപ്പൊ ഡിജിറ്റൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ ഇങ്ങനെ ഡിജിറ്റൽ മാപ്പ് ഇല്ല. നമ്മുടെ കാണുന്ന ഗൂഗിൾ മാപ്പാണ്. ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തത്. ഈവൻ ഫ്ലഡിന്റെ രക്ഷാപ്രവർത്തനങ്ങളായാലും പോലും ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്തത്. ഈ ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏരിയന്റെ മൊത്തം ഡാറ്റ പോയിന്റ്സുകളാണ്. ഡാറ്റ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു ഏരിയ, ഇപ്പൊ ഇവിടെ കല്ലായി ജുമാ മസ്ജിദ് ഫാൻസി, ഇവിടെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും കിട്ടും. അതായത് നമ്മൾ അക്ഷാംശ രേഖാംശം എന്ന് പറയും. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഡ്രോപ്പ്, ഒരു പിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പോയിന്റ്സിനും. അപ്പൊ ഞാനൊരു പോയിന്റ് ഇട്ടല്ലേ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 11.954375, 75.364578. നമ്മുടെ അക്ഷാംശം രേഖാംശം ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സിന്റെ ഒരു നമ്പർ അവിടെ കാണാൻ പറ്റും. ഈ നമ്പർ നമ്മൾ ഡാറ്റ പോയിന്റ്സ് അല്ലെങ്കിൽ നോഡ് എന്ന് പറയും. ഓക്കെ, ഇത്തരത്തിലുള്ള അപ്പൊ ഒരു പുഴയെ നമുക്ക് ഇങ്ങനെ കുറെ നോഡുകൾ അപ്പോൾ അടുത്തടുത്ത് ഇപ്പൊ ഒരു വളവട്ടണം പുഴ എടുക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു നോഡ് ഇട്ടു, അതിന്റെ അപ്പുറത്തൊരു വേറെ നോഡ് ഇട്ടു. അങ്ങനെ ഓരോ നോഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു പുഴ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു പുഴ എവിടെ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡ് കണക്ട് ചെയ്ത ലൈനാണ് പുഴ എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നോഡുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോയിന്റുകൾ, ഈ അക്ഷാംശം രേഖാംശം ഇങ്ങനെ മാറി ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് എന്നിട്ട് ഒരു ലൈൻ കിട്ടും. അപ്പൊ ഈ ലൈൻ നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ പഞ്ചായത്തിലോ വില്ലേജിലോ ഇത്തരത്തിൽ പുഴ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴ എന്താണെന്ന് പറയാനുള്ള ഡാറ്റാസ് നമുക്കില്ല. അപ്പൊ നമ്മുടെ ആകെയുള്ളത് ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു കർവ് വരച്ച സാധനം മാത്രമാണുള്ളത്. പക്ഷെ അത് ആക്യുറേറ്റ് അല്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് 2018 പലപ്പോഴായിട്ട് ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡാറ്റ പോയിന്റ്സുകൾ, ഈ എക്സും വൈയും ഒക്കെ, ഞാൻ എക്സും വൈ എന്ന് പറഞ്ഞ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ രണ്ട് നമ്പേഴ്സ് കിട്ടുക ഓരോ സ്ഥലത്തിന്റെ ഇങ്ങനെ ഡാറ്റാസ് ഇങ്ങനെ ബൾക്കായിട്ട് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞ എക്സ്പോർട്ട് ചെയ്തെടുക്കണം. അതായത് നമുക്കിപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് നോക്കിയിട്ട് ഓരോ പോയിന്റ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. എന്നാൽ ഒരു മൊത്തത്തിൽ ഒരു ഡിസ്ട്രിക്ട് മൊത്തം നമുക്ക് ആ ഒരു ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിന്റെ മൊത്തം ബൗണ്ടറി ഡാറ്റ, അവിടുത്തെ നമ്മുടെ റിവറിന്റെ ഡാറ്റ, അങ്ങനെ നമ്മുടെ പവർ ലൈൻസ് എവിടെയൊക്കെ പോകുന്നു എന്നുള്ള ഡാറ്റ, അത്തരം ഡാറ്റാസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിന് പൈസ കൊടുക്കണം. ഇറ്റ്സ് എ പെയ്ഡ്. ഓക്കെ, അതൊരു പെയ്ഡ് ആയിട്ടുള്ള
ഡാറ്റയാണ്. ഓക്കെ, ആ ഡാറ്റയ്ക്കാണ് നമുക്ക് പേ എന്ന് പറയുമ്പോൾ വളരെ ഹ്യൂജ് എമൗണ്ട് ഒക്കെയാണ്. ഒരു ഡിസ്ട്രിക്റ്റിന് ഏകദേശം ഒരു 25 lakhs ഒക്കെയാണ് പേ ചെയ്യേണ്ടത്. അത് ഒരു റഫ് എമൗണ്ട്. ഓക്കെ, അതിലും അത് തന്നെ ഇത്ര കാലത്തേക്ക് എന്നൊക്കെ ആയിരിക്കും. ഒരു ഇപ്പോൾ 2 months വേണ്ടി ഇത്ര അത് നമുക്ക് ഡാറ്റ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് യൂസ് അത് എത്ര ക്ലിക്ക് ചെയ്യാൻ അങ്ങനെ അതിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഗൂഗിൾ മാപ്പിന്റെ പെയ്ഡ് സംഭവം. പക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്ന അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് 2018 അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം. ഗവൺമെന്റിന് ഫ്രീ ആയിട്ടൊരു പ്ലാറ്റ്ഫോം വേണം. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കേരളത്തിന്റെ മൊത്തം ഡാറ്റ ഗവൺമെന്റ് വേണം. എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് നമുക്ക് വേണം. ഇപ്പൊ നമുക്കൊരു പവർ ലൈൻ ഇവിടെ പോകുന്നു, ഒരു പവർ ലൈൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രിഡ് കണക്ഷൻസ് എന്തൊക്കെയാണെന്ന് എവിടെയൊക്കെ ഗ്രിഡ് കണക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് മാപ്പ് ചെയ്യാം. ഓക്കെ, അത്തരത്തിൽ നമ്മുടെ പുഴകൾ, അങ്ങനെ എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് ഒരു മാപ്പ് വേണം. ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ വന്നു, ഇലക്ഷന്റെ ഏതൊക്കെയാണ് നമ്മുടെ പോളിംഗ് ബൂത്തുകൾ നോക്കാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഇതുപോലെ ഡിജിറ്റൽ മാപ്പിൽ പോയിന്റ്സുകൾ കാണിച്ചാൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു പുതിയ ഒരു മാപ്പിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു. ആ മാപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്. ഇതിന്റെ ഞാനിത് PDF ഒരു പ്രസന്റേഷൻ പോലെ കൊണ്ടുതരാത്തത് ഇതൊരു ഇന്ററാക്റ്റീവ് മോഡിൽ പോകാന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇതിന്റെ പേരാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്. OPENSTREET MAP. അത് ഒരു വേർഡാണ്. ഓക്കെ, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്. ചുരുക്കിയിട്ട് അതിനെ OSM എന്ന് പറയും. പക്ഷെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്നൊരു വേർഡാണ്. നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല. ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന ഒരു സിംഗിൾ വേർഡ് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം. ഇത് ഗൂഗിൾ മാപ്പ് പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഗൂഗിൾ മാപ്പ് പോലെ തന്നെ നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. റോഡ് നെറ്റ്വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ബ്ലൂ തന്നെയാണ് ഇതിന്റെ മിക്ക റെപ്രസെന്റേഷൻസും. കോമൺ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ആണ്. ബ്ലൂ ഫോർ വാട്ടർ, ഗ്രീൻ ഫോർ ദ ഫോറസ്റ്റ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് പല ഗൂഗിൾ മാപ്പിൽ കാണുന്ന പോലെ തന്നെ ട്രാഫിക് ഡാറ്റാസ് കാണാൻ പറ്റും. ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജസ് കാണാൻ പറ്റും. പക്ഷെ കുറച്ച് ഗൂഗിൾ മാപ്പിന്റെ അത്ര ഡാറ്റാസ് ഒന്നും ഇതിൽ എത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ചില ഏരിയകളും ഇതിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിപ്പം ഇന്ത്യയിലെ മിക്ക സിറ്റീസ് നിങ്ങൾ ഇതിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇത് മാപ്പ് ചെയ്യാനൊക്കെ. ഓക്കെ, സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്രീ ആയിട്ടാണ്. ആർക്കും എവിടെ നിന്നും ഫ്രീ ആയിട്ട് ഇതിന്റെ ഡാറ്റാസ് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യാന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ലെയർ ഒരു level 1 കോഴ്സ് മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. ഒരു 0 level കോഴ്സ് എന്ന് പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതിൽ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർക്കൊക്കെ അടുത്ത എന്തൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എങ്ങനെയൊക്കെ നമുക്ക് പോകണമെന്നൊക്കെ. ഓക്കെ, ഈ ഒരു ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2004 ഇങ്ങനെ ഒരു ആശയം വരുന്നത്, ഓപ്പൺ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ. അങ്ങനെ വന്നു. പിന്നീട് ഇന്ത്യയിലെ ആൾക്കാർക്കൊക്കെ പോപ്പുലർ ആവുന്നത് 2010 ശേഷമൊക്കെയാണ്. കുറച്ച് പേരൊക്കെ ഇതിൽ പോപ്പുലർ ആകുന്നത്. 2012 കേരളത്തിലൊക്കെ അത്യാവശ്യം ആൾക്കാർ വളരെ ചുരുങ്ങിയ ആൾക്കാർ ഇതിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 16-17 ഒക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല ആൾക്കാർ ഇതിലേക്ക് വന്നു. കുറച്ചൊക്കെ ആൾക്കാർ, സ്റ്റിൽ ലെസ് ദാൻ 100 ആൾക്കാരൊക്കെയാണ് ഇതിൽ കേരളത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം 2017-18 ഫ്ലഡിന് ശേഷം ഗവൺമെന്റ് ഇതിലേക്ക് ഫോക്കസ് ചെയ്തു. ഗവൺമെന്റ് ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് എടുത്തു. അങ്ങനെ 2018 ശേഷം അതെങ്ങനെ ഇതിന്റെ ലെവൽ വരുന്നത് വെച്ചാൽ, ഇത് IT മിഷൻ, കേരള സ്റ്റേറ്റ് IT മിഷൻ ആണ് അവരാണ് ഇതിന്റെ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുന്നത്. അവരാണ് ഇതിന്റെ മാക്സിമം ഡാറ്റാസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതും പലതും തെറ്റുണ്ടോ എന്നൊക്കെ നോക്കുന്നതൊക്കെ അവരാണ്. അതിനുശേഷം 2019 അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ NSSനെ സമീപിച്ചു. 2019 ഈ മാപ്പിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഈ മാപ്പിംഗ് ഡാറ്റാസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി NSSലേക്ക് വരുന്നത്. അങ്ങനെ NSSലേക്കല്ല, NSSന്റെ ടെക്സലിലേക്കാണ്. ടു ബി പ്രിസൈസ്, NSSന്റെ ടെക്സൽ നമ്മുടെ അടുത്താണ് വരുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. മറ്റു പലരും ഇതിൽ വരുന്നുണ്ട്. 2019 ഒരു ഫസ്റ്റ് ലെയർ ട്രെയിനിങ് നടന്നു. POമാർക്ക് ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം ഓരോരോ കോളേജുകളിലും ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കുട്ടികൾക്ക്. പിന്നീട് ഓരോരോ ഇന്റേൺഷിപ്പ്. ഇപ്പൊ നിങ്ങൾ ലോക്ക്ഡൌണിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാപ്പത്തോണിന്റെ ഈ ഒരു മാപ്പിംഗ് പ്ലാറ്റ്ഫോമിന്റെ OSM ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിന്റെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പലർക്കും 5 ഡേ ഫുൾ ഡേ ഇന്റേൺഷിപ്പ് കേരള IT മിഷന്റെ സർട്ടിഫിക്കറ്റോടുകൂടിയുള്ള ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു.
ആ ഒരു ഇന്റേൺഷിപ്പ് വളരെ പിന്നെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ KTU നിങ്ങളുടെ KTU ആക്ടിവിറ്റി പോയിന്റ്സിന്റെ വേണ്ടി നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ യൂസ് ചെയ്യാം. 5 ഡേ ഇന്റേൺഷിപ്പ് ആയിട്ട് അത്രയും യൂസ്ഫുൾ ആയ ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തിരുന്നു. സോ വളരെ ആക്റ്റീവായിട്ട് ഗവൺമെന്റ് ഇപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ജോലി, ആ ഒരു പ്രൊമോഷൻ ജോലി നമ്മൾ ചെയ്യണമെങ്കിൽ, പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡാറ്റാസ് ഇതിൽ ആഡ് ചെയ്യുന്ന ജോലി ചെയ്യുന്നത് നമ്മളാണ്. NSSന്റെ ടെക്സ്റ്റിലും അണ്ടർ KTU ഉള്ള എല്ലാ കോളേജുകളിലും ഇതിന്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ഇതിൽ മൊത്തം നമ്മളാണ്. ഇപ്പം നമുക്ക് പറയാം, നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കീഴിലാണ് ഈ ഒരു മാപ്പിംഗ് ഇത്രയും ആയതെന്ന് നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ ഇത്രയും കോൺട്രിബ്യൂഷൻസ് വന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയ ഒരു എന്താ പറയുക, നമ്മൾ വാട്ട് വി കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും അങ്ങനെയൊക്കെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ളത്. ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു കണ്ണൂർ കാസർഗോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അവർക്ക് ഈ പറഞ്ഞ മാപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അവര് ഈ പറഞ്ഞ നമ്മുടെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് കേരളത്തിലെ നമ്മുടെ NSSനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല NSS കോളേജുകളിലെ സ്റ്റുഡൻസ് ചേർന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പല ഡാറ്റാസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണ് ഈ പ്ലാറ്റ്ഫോം, ഇതിലേക്ക് എങ്ങനെ ഡാറ്റാസ് ആഡ് ചെയ്യാം എന്നാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ മാപ്പ് എന്താണ്, ഇതിലേക്ക് എങ്ങനെ ഡാറ്റാസ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. ഇനി അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഡാറ്റാസ് ആഡ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ആരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഒന്ന് പറയാം. പിന്നീട് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ജോലി സാധ്യത ഉണ്ടോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ നിങ്ങളുടെ ചുമ്മാ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലി എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും എന്നൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഡീപ്പർ ആയിട്ട് ഇതിൽ കുറെ ടൂൾസ്, ഇതിപ്പോ പറയുകയാണെങ്കിൽ കുറേയേറെ ടെക്നിക്കൽ ഡീറ്റെയിൽസുകൾ ഉണ്ട്. ഇപ്പൊ ജാവ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കൊണ്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അടുത്ത ലെവലൊക്കെ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാൻ വെബ്സൈറ്റ് ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാപ്ടോപ്പിലാണ്, നിങ്ങൾ ഇപ്പൊ ഫോണിലായിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവുക. അപ്പൊ ഫോണിൽ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ ചെക്ക് ചെയ്യാം, ബ്രൗസറിൽ ചെക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ആപ്പോ മറ്റു കാര്യങ്ങളോ ഇപ്പം ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിച്ച് ഇപ്പൊ ഒരു ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് അടുത്ത നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പുകളെ പറ്റിയൊക്കെ പഠിപ്പിക്കാനുള്ള വേറെ ഒരു ലെവൽ 2 കോഴ്സ് തരും. ഓക്കെ, ഫ്രീ ആയിട്ടെല്ലാം നിങ്ങൾക്ക് ലെവൽ 2 കോഴ്സ് ഒക്കെ തരും. അപ്പൊ ഇതൊരു ലെവൽ 1 കോഴ്സിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിലേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് നടത്താൻ പറ്റും എന്നൊരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്. നിങ്ങളിപ്പോ ഒരു ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടാണ്. നിങ്ങളിപ്പോ ഒരു OpenStreetMap.org എന്ന സൈറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് വെബ്സൈറ്റ് OpenStreetMap.org എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരും. ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിൽ ഇതൊരു മാപ്പാണ് നമുക്കറിയാം. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലെ പോലെ തന്നെ, ഗൂഗിൾ മാപ്പിൽ നമ്മൾ പ്രൈമറി ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പോകാൻ ഡയറക്ഷൻ കാണാനാണ്. അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂട്ട് ഫ്രം 1 point to A to B. അപ്പൊ A to Bയിൽ കമ്മ്യൂട്ട് ചെയ്യുമ്പോഴുള്ള വഴി നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവിടെ സെർച്ച് എന്ന ബട്ടൺ ഉണ്ട്. ആ സെർച്ച് എന്ന ബട്ടണിൽ പോയി എനിക്ക് കണ്ണൂരിലേക്കുള്ള ഡയറക്ഷൻ, ആ ഡയറക്ഷൻ എന്നുള്ള രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് എനിക്ക് പിന്നെ എവിടെ പോകണം, കോഴിക്കോടേക്ക് പോകണം. സോ കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ബൈ കാർ ഞാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ വഴി എന്താണെന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണുന്നത് തന്നെയാണ്, നമുക്കിവിടെ വഴി കാണിച്ചു തരും. ഓക്കെ, ഇത് നമുക്ക് ഗൂഗിൾ മാപ്പ് പോലെ ഒരു പ്രൈവറ്റ് മാപ്പിന്റേതായ ഗുണങ്ങൾ ഗൂഗിൾ മാപ്പിലുണ്ട്. പക്ഷെ അതുപോലെ ഇത്ര മിനിറ്റ് ഉണ്ട്, അവിടെ ഡിലേ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. പല ഓരോന്നോരോന്ന് ട്രാക്ക് ആഡ് ചെയ്തായിട്ട് ഇത് വരുന്നേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ. സോ ഇതാണ് നമ്മുടെ ബേസിക് പർപ്പസ്, ഒരു A നിന്ന് Bയിലേക്ക് ട്രാവൽ ചെയ്യാന്നുള്ളത്. അപ്പൊ ട്രാവൽ ചെയ്യാന്നുള്ളത് ആ ഒരു വഴി കാണിക്കുക എന്നുള്ള പർപ്പസ് ഇതിലും നമുക്ക് ചെയ്യാം, മറ്റൊന്നും നമുക്ക് ചെയ്യാം. ഓക്കെ, അതിനുപരി ഇത് വേറെ നമുക്ക് ഗുണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്താലും നമുക്ക് വഴി നോക്കാൻ പറ്റും.
എന്നാൽ സോറി ഇതിലേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഗൂഗിൾ മാപ്പ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഗൂഗിൾ മാപ്പാണ്, ഗൂഗിൾ മാപ്പ് മുന്നേ ഒക്കെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ വഴിയൊക്കെ ഗൂഗിൾ മാപ്പിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പം ഗൂഗിൾ മാപ്പ് അതിലേക്ക് കുറെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരുന്നു. അപ്പൊ ഞാൻ എന്താ എഡിറ്റ് യുവർ പ്ലേസ്, ആഡ് യുവർ പ്ലേസ്, യുവർ ഡാറ്റ ഓൺ മാപ്സ്, അങ്ങനെ വളരെ ഈസി ആയിട്ട് ഇവിടെ തന്നെ ബട്ടൺസ് ഉണ്ടായിരുന്നു ആഡ് ചെയ്യാൻ. ഓക്കെ, എന്നാൽ ഗൂഗിൾ മാപ്പിൽ അപ്പൊ അത്യാവശ്യം ഡാറ്റ സാച്ചുറേറ്റഡ് ആയി, പിന്നെ കുറെ ഡാറ്റാസ് എററൊക്കെ വരുന്നുണ്ടാണ്. അവരിപ്പോ ഇങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്നത്, ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങനെയല്ല. ഇവിടെ ഫസ്റ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓക്കെ വഴി കാണിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അത് മറന്നേക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിലേക്ക് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള, ആർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ ഞാൻ ഒരു സ്ഥലം എടുത്തിട്ട് അതിൽ ഇപ്പൊ കണ്ണൂർ എടുത്തിട്ട് അവിടെ ഈ ഷോപ്പ് ഇവിടെ ഇപ്പൊ ഷോപ്പിന് പേര് കൊടുത്തിട്ടുണ്ട് കണ്ണൂർ താലൂക്ക് ഓഫീസ്, കണ്ണൂർ സബ് ജയിൽ. അപ്പൊ അതിനപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് എന്താണെന്നൊക്കെ മാപ്പ് ചെയ്യാൻ, എന്താണെന്നൊക്കെ മാർക്ക് ചെയ്യാൻ ഓരോരുത്തർക്കും പറ്റും. ഓക്കെ, സോ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഡാറ്റാസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു ഫാത്തിമ ഹോസ്പിറ്റൽ എന്നുള്ള ഡാറ്റ ആരെങ്കിലും ആ ഫാത്തിമ ഹോസ്പിറ്റൽ എന്നുള്ളത് ഇവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിലുള്ള എംപ്ലോയീസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊന്നും അല്ല ആഡ് ചെയ്തത്, അത് പബ്ലിക് ആഡ് ചെയ്ത ഡാറ്റയാണ്. ആ ബിൽഡിംഗ് ബോക്സ് വരച്ചത് പബ്ലിക്കാണ്. ഓക്കെ, സോ ആരോ ഒരാൾ അവിടെ പിന്നെ ആ ലോക്കലി അറിയുന്ന ഒരാള് അവിടെ പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് മാപ്പ് ചെയ്തു മാപ്പിലേക്ക് ഡാറ്റ ആഡ് ചെയ്തു. അതാണ് അവിടെ നമ്മൾ താലൂക്ക് ഓഫീസിലേക്ക് കാണുന്നത്. അവിടെ താലൂക്ക് ഓഫീസിന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ അതിൽ മറ്റു കാര്യങ്ങളും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. താലൂക്ക് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നോക്കണേ, അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ആർക്കൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോ ഡാറ്റാസ് ആഡ് ചെയ്യാം. അതാണ് സംഭവം. നമ്മൾ ഫേസ്ബുക്കിൽ ആർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇതും. അവിടെ നമുക്കൊരു പേഴ്സണൽ വാളാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ ഓരോരുത്തരും പോയിട്ട് ഓരോ സ്ഥലത്തിന്റെ പേര് എഴുതും. ഓക്കെ, ഇത് ഇന്നേതാണ്. ഓക്കെ, അതാണ് നെയിമിംഗ്. ഇപ്പൊ നിങ്ങളുടെ ക്യാമ്പസിനകത്ത് പ്രത്യേകിച്ച് നെയിമിംഗ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു പ്ലക്കാർഡ്, ഇപ്പൊ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് എടുത്തിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതിയിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഒരു പ്ലക്കാർഡ് കുത്താം. അപ്പൊ വേറൊരാൾക്ക് മെക്കാനിക്കലിന്റെ വേറൊരാൾക്കാണെങ്കിൽ അയാൾക്ക് ഒരാളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതിയേക്കാം. ഇപ്പൊ ഒരു കാർ പാർക്കിംഗ് ഒരാൾ കാണുകയാണെങ്കിൽ അവിടെ കൊണ്ട് ഒരാൾ പ്ലക്കാർഡ് വെക്കുന്നു. അത്തരത്തിലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് വെക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഒരാൾ തെറ്റായ ഒരു വിവരം അവിടെ എഴുതി വെച്ചു. ഇപ്പൊ ഒരു സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഒരാൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ചു. അപ്പൊ അതെന്ത് സംഭവിക്കുക, ഒരു കുട്ടി അങ്ങനെ എഴുതി വെച്ചപ്പോൾ ഞാൻ വേറൊരാൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്ലക്കാർഡ് കാണാം. അപ്പൊ അയാൾ എന്ത് ചെയ്യും, അതിനെ മാറ്റിയിട്ട് അവിടെ കറക്റ്റായിട്ട് സിവിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് തന്നെ എഴുതി വെക്കും. അപ്പൊ അത്തരത്തിൽ മാസമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ആർക്ക് വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അതിനെ മാറ്റാം എന്ന രീതിയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായും ക്വസ്റ്റ്യൻ വരാം, നമ്മുടെ ഈ ഡാറ്റാസ് ഒക്കെ എന്താണ് പിന്നെ ഇത് ആരെങ്കിലും വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവും, അല്ലെങ്കിൽ ഇതിൽ എറർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എറർ ഉണ്ടാവും, എറർ റെക്ടിഫൈ ചെയ്യും. കുറെ ആൾക്കാർ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്ന പലരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന ഫ്രീ ടൈമുകളിൽ മാപ്പിൽ എറർ എന്ത് ചെയ്യും, പിന്നെ അത് എറർ മാറ്റുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് അഡ്വാൻസ് ലെവലിലേക്ക് കാണാം. ഇപ്പൊ നമുക്ക് ഇനി കോൺട്രിബ്യൂഷനിലേക്ക് പോകാം. അപ്പൊ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ലോഗിൻ അക്കൗണ്ട് ആണ്. ഇപ്പം ഈ മാപ്പ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ റൈറ്റ് കോർണറിൽ ഒരു ലോഗിൻ ഉണ്ട്, സൈനപ്പ് ഉണ്ട്. നിങ്ങൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കണം. ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഡിസ്പ്ലേ നെയിം എന്ന് പറയും. ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നമ്മുടെ യൂസർ നെയിം പോലെയാണ്. അതായത് നമ്മുടെ പേര് എങ്ങനെ കാണുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലം എഡിറ്റ് ചെയ്യുമ്പോൾ ആ എഡിറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് അവിടെ കാണും. അപ്പൊ അത്തരത്തിൽ ആ പേര് എന്ത് വേണം എന്നാണ് ഈ ഡിസ്പ്ലേ നെയിം. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ സ്വന്തം പേര് തന്നെ കൊടുക്കുക. നിങ്ങളുടെ പേര് അവൈലബിൾ അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് വെക്കുക. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. ആ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ വെരിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഒരു നോർമൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രയും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ സൈനപ്പിൽ കയറി ഒരു അക്കൗണ്ട് എടുക്കാം. അങ്ങനെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ലോഗിൻ ഇടും. അതുകൊണ്ടാണ് ഞാൻ ലോഗിൻ എടുത്തത്. വീണ്ടും സൈനപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ സൈനപ്പ് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. സോ ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ടൂൾ വരുന്നത്.
ടൂൾസ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൽ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്നത് ലെഫ്റ്റ് കോർണറിൽ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് എഡിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ 2 തരത്തിൽ എഡിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തൊരു ഡ്രോപ്പ് ഡൗൺ മെനു എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും എഡിറ്റ് വിത്ത് ID, അല്ലെങ്കിൽ അതും ഏതെങ്കിലും ബ്രൗസറിൽ ഗൂഗിൾ ക്രോമിലോ ഫയർഫോക്സിലോ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എഡിറ്റ് വിത്ത് റിമോട്ട് കൺട്രോൾ, അല്ലെങ്കിൽ ജോസം എന്നൊക്കെ പറഞ്ഞൊരു ടൂളുകളുണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ടൂളുകളാണ്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, അതൊക്കെ ലെവൽ 2 ടൂളുകളാണ്, ലെവൽ 3 ടൂളുകളാണ് ആക്ച്വലി അത്. ഓക്കെ, സോ അടുത്തതാണ് ഹിസ്റ്ററി. ആ ഹിസ്റ്ററി കഴിഞ്ഞ് എക്സ്പോർട്ട്, ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാം. പിന്നീട് കാണാൻ പറ്റും GPS ട്രേസസ്, user diaries, copyright, then these are copyright and help and about. Then you can see my name is within അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജസ്, പ്രൊഫൈൽ, സെറ്റിംഗ്സ് ആൻഡ് ലോഗ് ഔട്ട്. ഓക്കെ, സോ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇത്രയും ഐക്കൺസ് മാത്രമേ ഇവിടെ എന്താ ടോപ്പ് ബാറിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട വെച്ചാൽ ഇവിടെ ഒരു മൈ മെസ്സേജ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ 0 എന്നുള്ളത്. നിങ്ങൾക്ക് പിന്നെ ഈ മാപ്പിലുള്ള വേറെ ആൾക്കാരുമായിട്ട് ഓക്കെ നമ്മൾ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പ് നോക്കുമ്പോൾ അവിടെ ഒരാൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഡിറ്റ് ചെയ്തപ്പോൾ അയാൾ വേറെ എന്തൊക്കെയോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരാ അത് കൊടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അയാളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും, അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും. അപ്പൊ അയാൾ കുറെ നിങ്ങളുടെ നാട്ടിൽ കുറെ തെറ്റുകൾ ഡാറ്റാസ് ഒക്കെ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ അയാൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാക്കോ, നിങ്ങൾ കുറെ എറർ വരുത്തിയിട്ടുണ്ട്, സൂക്ഷിച്ച് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇന്ന സ്ഥലത്ത് തെറ്റുണ്ട് എന്നൊക്കെ. അപ്പൊ അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എലമെന്റ് പോലെ, കാരണം നമ്മളെല്ലാവരും അറിയാത്ത നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇത് മൊത്തത്തിൽ ഇതിലുണ്ടാകുക. അപ്പൊ അവർ തമ്മിൽ വേണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് നിങ്ങളുടെ ഏരിയയിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീറ്റപ്പ്, നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഒരു ദിവസം ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് പിന്നെ ഒരു ട്രിപ്പിന് പോവാം. അപ്പൊ ആ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു ബൈക്ക് റാലി, ഒരു ബൈക്ക് ഇപ്പൊ എല്ലാവരും കണ്ണൂരിൽ വരുന്നു, ഓരോരുത്തരും ഓരോ ബൈക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പൊ അതൊക്കെ കൊണ്ട് ഈ മാപ്പിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി പറയാം, എങ്ങനെയൊക്കെ അതിലേക്ക് വരാന്നൊക്കെ. ഓക്കെ, സോ ഇതൊരു യൂസ്ഫുൾ ടൂളാണ് മൈ മെസ്സേജസ് എന്നുള്ളത്. ഓക്കെ, പിന്നീട് അവിടെ ഒരു സൂം ഇൻ റൈറ്റിൽ നോക്കണമെങ്കിൽ ഒരു സൂം ഇൻ ബട്ടൺ, സൂം ഔട്ട് ബട്ടൺ, പിന്നീട് ഒരു മാപ്പിന്റെ ഒരു ബട്ടൺ, പിന്നെ ഒരു ലെയർ ബട്ടൺ ഉണ്ടാവും. ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യാൻ ഇപ്പൊ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. ലോഗിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇതിലേക്ക് ഡാറ്റാസ് എങ്ങനെ ആഡ് ചെയ്യും എന്ന കാര്യം നോക്കാം. ഇതിലേക്ക് ഡാറ്റ എങ്ങനെ ആഡ് ചെയ്യും അത് നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എഡിറ്റ് എന്ന ബട്ടണിലേക്കാണ് പോകേണ്ടത്. ബാക്കി ഇവിടെ കുറെ ബട്ടൺസ് കാണാൻ പറ്റും. നിങ്ങൾ എഡിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിന്റെ തൊട്ട് റൈറ്റിലുള്ള എഡിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു 3, 4, 5 സെക്കൻഡ് ഡിലേ കാണും. നിങ്ങൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ നെറ്റ്വർക്ക്. കാരണം നിങ്ങളുടെ മാപ്പ് ഡാറ്റാസ്, അതൊരു സാറ്റലൈറ്റ് ഇമേജ് ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സാറ്റലൈറ്റ് ഇമേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കോളേജിന്റെ സാറ്റലൈറ്റ് ഇമേജ് ആണ്. വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇത് കോളേജിലല്ലേ, കോളേജിലേക്ക് പോവാം. കോളേജിലേക്ക് പോവാം അപ്പൊ കുറച്ചുകൂടെ ഈസി ആയിട്ട്. ധർമ്മശാല. ഓക്കെ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, ഇവിടെ കുറെ ഡാറ്റാസ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോളേജിന്റെ നെയിം ഉണ്ട്. ദിസ് ഇസ് ബിൽഡിംഗ്, അക്കാദമിക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ഇതുണ്ട്. നേരത്തെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കണ്ട പോലെ തന്നെ പല കോളേജ് ഗ്രൗണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ദിസ് ഇസ് സോക്കർ ഫീൽഡ്. ഓക്കെ, അത്തരത്തിലുള്ള ഡാറ്റ. ഇവിടെ ഒരു ഇപ്പുറത്ത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് മാസ്റ്റ്, പ്രസാന്ത് ഭാരതിയുടെ എന്തോ ഒരു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്, എനിക്ക് ആന്റണി എന്തോ സംഭവം റൈറ്റിലുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മാപ്പ് ചെയ്തായിരിക്കും കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വഴികളൊക്കെ ഇപ്പം കോളേജിലേക്കുള്ള വഴികൾ, കോളേജിന്റെ പുറത്തേക്ക് പറശ്ശിനിക്കടവ് റോഡ് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് അതിന്റെ തൊട്ട് പിറകിൽ ആടെ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ മാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഇവിടെ മാപ്പ് ചെയ്താൽ കാണാൻ പറ്റും. അത് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട റോഡുകൾ ഇവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വേണ്ട നമ്മൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആന്തൂർ മുനിസിപ്പൽ ഓഫീസ് നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഗൂഗിൾ മാപ്പിന്റെ ഒരു 30-40%, 50% മാപ്പ് ആയിട്ടുണ്ട് ഗൂഗിൾ മാപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ. അതും
വളരെ കുറച്ച് പേര് ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, 2019 ഞാൻ OSM-ലേക്ക് വരുന്നത്. 2019 OSM-ലേക്ക് വരുമ്പോൾ ഈ കാണുന്ന മാപ്പുകളുടെ ഒരു 1/10 ഒരു 15 ടൈംസ് പോലും 1/15 പോലും ഡാറ്റാസ് ഇപ്പോൾ ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലിപ്പം ഈവൻ റോഡുകൾ പോലും മെയിൻ റോഡ് ഇപ്പം ഈ കാണുന്ന റെഡ് ആണ് നിങ്ങളുടെ മെയിൻ ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേസ്. ആ ഇതിന്റെ നെയിമിങ് പലപ്പോഴും UK ബേസ്ഡ് നെയിമിംഗ് ആണ്. കാരണം ഇത് UK-യിലാണ് ഇതിന്റെ പിന്നെ ഇതൊരു ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് UK-യിലാണ്. അപ്പൊ അതിന്റെ പലപ്പോഴും റോഡുകളുടെ നെയിമിംഗ് ഒക്കെ അവിടുത്തെ സിസ്റ്റം വെച്ചിട്ടാണ്. സോ ഇതൊക്കെ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ നെയിം ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, സോ ട്രങ്ക് റോഡ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ റോഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ നാഷണൽ ഹൈവേസ്. സോ 2019 നോക്കുവാണെങ്കിൽ ഒരു നാഷണൽ ഹൈവേസ് അത്തരം കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വന്നത്. ഓക്കെ, അത് ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ അഭിമാനത്തോടെ പറയാം NSS ടെക്നിക്കൽ സെല്ലിന്റെ കീഴിലാണ് ഇതിന്റെ ഒരു മേജർ ഡെവലപ്മെന്റ് നടന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല സ്ഥലത്തും പല എഡിറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ പല തെറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് കാണുന്ന ഈ റോഡൊക്കെ കണ്ടല്ലേ മാറി കിടക്കുന്നൊക്കെ, അതെനിക്ക് വേണമെങ്കിൽ മാറ്റാം. ഞാൻ നോക്കി മാറ്റിയത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്ക് 3 ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ എഡിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു മെനു വന്നു. നിങ്ങളുടെ ഞാൻ കോളേജിന്റെ അടുത്ത് ഞാൻ പോയി എടുത്തു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് 3 ടൂൾസ് അതാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് വൺ പോയിന്റ് ടൂൾ, സെക്കൻഡ് വൺ ലൈൻ ടൂൾ ആൻഡ് ഏരിയ ടൂൾ. ഇവിടെ നിങ്ങൾ മേലെ നോക്കി കാണാൻ പറ്റും ഒരു പോയിന്റ്, ലൈൻ, ഏരിയ. പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആന്തൂർ നഗരസഭ എന്നുള്ളത് ഒരു പോയിന്റ് പോലെ ജസ്റ്റ് ഒരു മാപ്പ് പോയിന്റ് പോലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തായിട്ട് കാണാൻ പറ്റും. ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ റോഡ് കണ്ടോ, ആ റോഡൊക്കെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ലൈൻ മാർക്ക് ചെയ്യണം. ഈ കാണുന്ന ബ്ലൂ ലൈൻ കണ്ടോ, ഇവിടെ ഇപ്പൊ ഞാൻ റെഡിൽ ബ്ലിങ്ക് ആവുന്ന ലൈനുകൾ, ഈ ലൈൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറി ലൈൻസ് ആണ്. അതായത് ഭരണത്തിന്റെ ഏരിയ മാപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ലൈൻസ് ആയിട്ടാണ് ഇവിടെ കാണാൻ, അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെ വരയ്ക്കാന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഉണ്ടോ ഒരു ഏരിയ, ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഓക്കെ, ടാക്സി സ്റ്റാൻഡ്, ദെൻ ഇവിടെ ഒരു ഏരിയ കാണാൻ പറ്റും ഹോസ്പിറ്റൽ കണ്ടു, PHC ധർമ്മശാല, സോ ദെൻ ടെലികോം എക്സ്ചേഞ്ച്. അപ്പൊ ഇതൊക്കെ ഏരിയ ഇവിടെ മാർക്ക് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ആൾക്കാർ വന്ന് മാപ്പ് ചെയ്തതാണ്. ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഏരിയ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ 3 ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ ഒരു മാപ്പിംഗിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോവുക, ലാപ്ടോപ്പോ അല്ലെങ്കിൽ PC യൂസ് ചെയ്യുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രൗസറിൽ ഈ പറഞ്ഞ മാപ്പ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ടാബിലോ യൂസ് ചെയ്തിരിക്കുക. ബിഗിനേഴ്സിന് നമ്മൾ എന്തായാലും പിന്നെ ലാപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ചെയ്ത് ഒരു ചെറിയ പ്രാക്ടീസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഫോണിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഫോണിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ടാബ് ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഫോണിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ സൂം ചെയ്യാനോ അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യാനോ പറ്റില്ല. റൈറ്റ് ക്ലിക്കും ലെഫ്റ്റ് ക്ലിക്കും ഉണ്ടല്ലോ, രണ്ടും അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങൾ ലാപ്പിൽ തന്നെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോറി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കിട്ടി. അപ്പൊ അതിലേക്ക് ഞാൻ പറഞ്ഞു പോയിന്റ്, ലൈന്, ഏരിയ, ഈ 3 കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പൊ അതെങ്ങനെ ആഡ് ചെയ്യുന്നു എന്ന് കാണിക്കാം. ആ ഒരു 3 കാര്യം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പോയിന്റ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു പോയിന്റ് ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ കോളേജിൽ വാട്ടർ ടാങ്ക് ഉണ്ട്. ആ ഇപ്പൊ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് ഇരിക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പൊ ആ വാട്ടർ ടാങ്ക് ഇപ്പൊ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, സ്ഥലം കണ്ടോ, അതൊരു കോളേജിന്റെ വാട്ടർ ടാങ്ക് ആണെന്നിരിക്കുക. ആ വാട്ടർ ടാങ്ക് അവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, പോയിന്റ് ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഒരു പോയിന്റ് മേലെ കന്ന പോയിന്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടോ ബ്ലൂ മേലെ ഈ പോയിന്റ് എന്ന ഏരിയയിൽ ബ്ലൂ വന്നു. അപ്പൊ അത് എന്ത് ചെയ്യുക, അതിനുശേഷം എവിടെയാണോ നിങ്ങൾക്ക് വാട്ടർ ടാങ്ക് ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ പോലെ വന്നാണ്ടോ. അപ്പൊ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അതെന്താണ് എന്ന് നമ്മൾ പറയണം. അപ്പൊ നമ്മളൊരു പോയിന്റ് നമ്മൾ അവിടെ ഈ മാപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതെന്താണ് എന്ന് നമ്മൾ പറയണം. ഓക്കെ, അതാണ് അതിന്റെ ഒരു മെത്തേഡ്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എററായിട്ട് വരും. അത് വേറെ ആൾക്കാർ വന്നിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, വേറെ ആൾക്കാർ ഇപ്പം മാപ്പ് തുറക്കുമ്പോൾ അയാൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ എറർ ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ ബോട്ടം ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എന്റെ ബോട്ടം താഴെ ഇവിടെ ഒരു പിന്നെ യെല്ലോയിൽ നിങ്ങൾക്ക് 4 എന്ന് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് ബോട്ടത്തിൽ താഴെ റൈറ്റ് ബോട്ടമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും
യെല്ലോയിൽ ഒരു 4 എന്നാണ് അവർ, അതൊരു കോഷൻ അലർട്ടാണ്. അതായത് 4 എറേഴ്സ് ഇത് ഈ കാണുന്ന വിൻഡോയിൽ ഉണ്ടെന്നാണ്. അത് എവിടെയൊക്കെ ആക്സസ് ചെയ്യുക, എങ്ങനെയൊക്കെ റെക്ടിഫൈ ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ആ പോയിന്റ് എന്താണെന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ ഇവിടെ ഈ സെർച്ച് എന്ന ഇതിൽ ഞാൻ അടിച്ചു. അതിൽ ഞാൻ പറയുന്നു അതൊരു വാട്ടർ ടാങ്ക് ആണ്. സോ വാട്ടർ ടാങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിന് താഴെ അപ്പം വാട്ടർ ടാങ്ക് എന്നുള്ള ഫീച്ചറാണ്, അതൊരു ഫീച്ചറാണ്. ഓക്കെ, ഫീച്ചർ എന്താണെന്ന് നമ്മൾ ആഡ് ചെയ്തു, അതൊരു വാട്ടർ ടാങ്ക് ആണെന്ന്. അതിന് താഴെ ഓപ്ഷൻസ് ഉണ്ട്. ഫീൽഡ് എന്നുള്ളത് ഓപ്പറേറ്റർ, മെറ്റീരിയൽ, ഹൈറ്റ്, കപ്പാസിറ്റി. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അത് ഐ തിങ്ക് ഇറ്റ് ഇസ് GCK. സോ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വാട്ടർ ടാങ്ക്. Okay, who operates that? Okay, then what kind of material it is? അതിപ്പോൾ എന്ത് മെറ്റീരിയലാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ മിക്കവാറും കോൺക്രീറ്റ് ആയിരിക്കും. ഒരു കോൺക്രീറ്റ് ഞാൻ അപ്ലൈ ചെയ്തു, കോൺക്രീറ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഓക്കെ, അതിന്റെ ഹൈറ്റ് എത്ര എന്നുള്ളത് ചോദിച്ചു. ഞാനതൊരു 15 മീറ്റർ കൊടുത്തു, 14 മീറ്റർ കൊടുത്തു. ഓക്കെ, ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു വാട്ടർ ടാങ്ക് അവിടെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അതിനുശേഷം അതിന്റെ കപ്പാസിറ്റി എത്രയെന്ന് ചോദിച്ചു. ഞാൻ അതിന് 1500 ലിറ്റർ കൊടുത്തു, 15000 ലിറ്റർ കൊടുത്തു. ഓക്കെ, 15000 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താണ് ഒരു വാട്ടർ ടാങ്കിനെ പറ്റിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ എന്തൊക്കെ ടാഗ്സ് നമ്മൾ അത് എന്തൊക്കെ നമ്മൾ കൊടുത്തു എന്നുള്ളത് ഇവിടെ ടാഗിൽ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പോ അതൊന്നും നോക്കണ്ട, ഈ ടാഗ് റിലേഷൻ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഈ കാണുന്ന ഫീച്ചർ ടൈപ്പ് ഫീൽഡ് എന്ന ലെഫ്റ്റിൽ കാണുന്ന ഈ ഫീച്ചർ ടൈപ്പും ഫീൽഡും അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാനതിൽ ഇപ്പൊ ഒരു സാധനം ആഡ് ചെയ്തു. ഓക്കെ, വാട്ടർ ടാങ്ക് ആഡ് ചെയ്തു. ഇനി നിങ്ങൾ ഈ പിന്നെ അത് സേവ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്തു, അത് സേവ് ചെയ്യണം. അപ്പൊ അത് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ പിന്നെ റൈറ്റിൽ ടോപ്പിൽ നിങ്ങൾ സേവ് എന്ന ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ് ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന ബട്ടൺ കാണാൻ പറ്റും. ഈ പിന്നെ പ്ലസ് മൈനസിന്റെ ഒക്കെ ടോപ്പിൽ സേവ് എന്ന ബട്ടൺ കാണാൻ പറ്റും. അപ്പൊ അവിടെ 9 സേവ് എന്നുള്ളത് 9 സേവ് എന്നുള്ളതിന്റെ തൊട്ടപ്പുറത്ത് ഒരു അപ്ലോഡിന്റെ സിമ്പിൾ ഉണ്ടോ, എന്റെ പേരിന് യൂസർ നെയിമിന്റെ താഴെ അപ്ലോഡിന്റെ സിമ്പിൾ ഉണ്ട്. ആ സേവ് എന്നത് 9 എന്നൊരു സേവിന്റെ കൂടെ 9 ഉണ്ട്. ആ 9 എന്നത് വരാൻ കാരണം ഞാനിവിടെ നേരത്തെ റോഡൊക്കെ പിടിച്ച് അങ്ങോട്ട് കൂടെ മാറ്റിയായിരുന്നു. സോ അതിന്റെ അർത്ഥം 9 എഡിറ്റ്സ് ഞാനിപ്പോ ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ 1 വെച്ച് ചെയ്യാം. ഓക്കെ, സോ ഞാൻ അപ്ലോഡ് ഇപ്പൊ ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സേവ് എന്ന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു പുതിയ സാധനം, പുതിയൊരു പിന്നെ വിൻഡോ ലോഡായി, പുതിയൊരു പപ്പ് വന്നു. ലെഫ്റ്റ് സൈഡിൽ ചേഞ്ച് സെറ്റ് കമന്റ് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് സേസ് ചേഞ്ച് സെറ്റ് കമന്റ്. ചേഞ്ച് സെറ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്തു അതാണ് ചോദിച്ചത്. ചേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു ചേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് ഒരു എഡിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ചേഞ്ച് സെറ്റിൽ ഞാൻ എന്താ ചെയ്തത്, ഞാൻ എന്താ ചെയ്തത്, ആഡഡ് വാട്ടർ ടാങ്ക്. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു സെഷൻ എടുത്തപ്പോൾ വാട്ടർ ടാങ്ക് ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആഡഡ് വാട്ടർ ടാങ്ക് എന്ന് മുന്നേ വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ആഡഡ് വാട്ടർ ടാങ്ക് എന്താണ് ആഡ് ചെയ്തെന്നുള്ളത് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ കുറെ എഡിറ്റ് ഉണ്ട്, എറർ ഉണ്ട്. 2 points in the Indian copy are very close together. Kannur should be standalone point based on its tag. ഓക്കെ, അപ്പൊ ഞാനിതിൽ പിന്നെ വേറെ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്സ് വരുത്തിയുണ്ട്. പിന്നെന്താണ് ആ എറർ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ മാറ്റിയിട്ട് ഒന്നുകൂടെ അത് ഒറ്റന്നായിട്ട് ഞാൻ അവിടെ സേവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കോളേജ് ധർമ്മശാല. ഓക്കെ, കോളേജ് എടുത്തു ഞാൻ. പിന്നെ പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പോയിന്റ് ക്ലിക്ക് ചെയ്തു. ആ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ചോദിച്ചു എന്താണ് വാട്ടർ ടാങ്ക് ക്ലിക്ക് ചെയ്തു. ഞാൻ വാട്ടർ ടാങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഗവൺമെന്റ് ടാങ്ക് ചെയ്തു. അത് എന്ത് മെറ്റീരിയലാണെന്ന് വെച്ചാൽ ഞാൻ കോൺക്രീറ്റ് എടുത്തു. അതിന്റെ ഹൈറ്റ് ഞാൻ 12, 15 ഇതിലെടുത്ത് 15, 14 എടുത്തു. കപ്പാസിറ്റി 15000 കൊടുത്തു. ഞാൻ ഇതിവിടെ സേവ് റൈറ്റിലെ ടോപ്പ് ഉണ്ട് സേവ്. അതിന്റെ ഇപ്പൊ അണ്ടു ബട്ടൺ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എഡിറ്റ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു വരണമെങ്കിൽ അണ്ടു റീഡു ബട്ടൺ അവിടെ ഉണ്ട്. അതിനുശേഷം സേവ് കൊടുത്തു. സേവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, എന്താണ് ചേഞ്ച് സെറ്റ് കമന്റ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആഡ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത്
ഒരു വാട്ടർ ടാങ്ക് ആഡ് ചെയ്ത് തന്നിച്ചു. പിന്നെ അതിന് താഴെ ആഡ് ഫീൽഡ് എന്നുള്ള ഒരു സോഴ്സ് ഹാഷ്ടാഗുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹാഷ്ടാഗുകൾ കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് പിന്നെ ഞാൻ ഇത് പിന്നെ മാപ്പത്തോൺ കേരള എന്നതിന്റെ ഭാഗമായി എഴുതാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഹാഷ്ടാഗ് മാപ്പത്തോൺ കേരള എന്ന് എഴുതാം. മാപ്പത്തോൺ കേരള. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഹാഷ്ടാഗിന്റെ ഗുണം എന്താ, അത് തന്നെ നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ എല്ലാ ഒരു പ്രോഗ്രാം വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഒരു പ്രോഗ്രാം വെച്ച് ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, അറ്റ് എ ടൈം എത്ര ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ മാപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഹാഷ്ടാഗ് ഉപയോഗിക്കാം. ജനറലി നമ്മൾ ഈ പറഞ്ഞ പിന്നെ എന്തിനാണോ ഈ ഹാഷ്ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും പല എഡിറ്റുകൾ നമുക്ക് ടാഗ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, എന്തായാലും ചേഞ്ച് സെറ്റ് കമന്റ് നിർബന്ധമാണ്. ഒരു ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ അതിൽ സേവ് ചെയ്യണമെങ്കിൽ അതിൽ ചേഞ്ച് സെറ്റ് കമന്റ് എന്താണ് ചെയ്തത് എന്നുള്ളത് കാണിക്കാം. എന്ന് നിങ്ങൾക്ക് ഇവിടെ പലതും എഴുതാം, പക്ഷെ എപ്പോഴും കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക. കാരണം നിങ്ങളല്ലാതെ വേറെ ആൾക്കാരും ഈ മാപ്പിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്ത സാധനങ്ങൾ നിങ്ങൾ എഴുതിയത് തെറ്റാണെങ്കിൽ അവരെ നോട്ടീസ് ചെയ്യും. ഇപ്പൊ കൂടുതൽ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും. ഇനി അതിലും കൂടുതൽ തെറ്റുകൾ വീണ്ടും മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ വളരെ റോങ് ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് വാർണിംഗ് തന്നിട്ട് നിങ്ങൾ റോങ് ആയിട്ട് മാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ അത് മാപ്പ് ചെയ്യും. നിങ്ങൾ ചെയ്ത കമന്റ്സ് മൊത്തം ഡിലീറ്റ് ചെയ്യും. നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്തോ അതൊക്കെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പം എപ്പോഴും കൃത്യമായ ഡാറ്റാസ് മാത്രം കൊടുക്കുക. കാരണം ഇതൊരു ക്രൗഡ് സോഴ്സിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ NSS ആരാണ് നിങ്ങൾക്കറിയാം, പിന്നെ NSS ആണ് ഇത്രയും കേരള ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ചുരുങ്ങിയിട്ടാണ് ഇപ്പൊ നമ്മുടെ മാപ്പ് ഒക്കെ പോകുന്നത്. നമ്മുടെ മാപ്പിംഗ് ഒക്കെ വളരെ എറർ കുറച്ചിട്ടാണ് പോകുന്നത്. കാരണം കുറച്ചുകൂടെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ പിന്നെ നമ്മൾ ചേഞ്ച് സെറ്റ് കമന്റ് അടിച്ചു. അതിനുശേഷം ഹാഷ്ടാഗ് ഉണ്ടെങ്കിൽ ഹാഷ്ടാഗ് കൊടുക്കാം. അതല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് someone to review my edits എന്ന് കൊടുക്കാം. അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അറിയാത്ത സ്ഥലമാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ വാട്ടർ ടാങ്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഈ ഫോട്ടോ ഇതിന്റെ സാറ്റലൈറ്റ് ഇമേജ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് അത് വാട്ടർ ടാങ്ക് ആയിരിക്കും എന്നൊക്കെ, അല്ലെങ്കിൽ അതൊരു സ്റ്റേഡിയം ആയിരിക്കും എന്നൊക്കെ ഞാൻ ഈ സാറ്റലൈറ്റ് ഇമേജ് നോക്കി പറഞ്ഞാണ്. അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് അറിയാത്ത കേസുകളാണ്, നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഐ വുഡ് ലൈക്ക് someone to review my edits എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അപ്ലോഡ് ബട്ടൺ അമർത്താം. അപ്ലോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, സോ നമ്മൾ നടത്തിയ എഡിറ്റ്, ഇപ്പൊ ഞാൻ നടത്തിയ എഡിറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ എഡിറ്റ് ഇപ്പൊ എഴുതിയാണ്ടോ, യു ജസ്റ്റ് എഡിറ്റഡ് OpenStreetMap. നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ഫോർ ഇംപ്രൂവിംഗ് ദ മാപ്പ്. ഓക്കെ, നമ്മൾ മാപ്പ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്ത സാധനം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വാട്ടർ ടാങ്ക്, ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വാട്ടർ ടാങ്ക്, കോൺക്രീറ്റ് ഹൈറ്റ്. ഇനിയിപ്പോ ഞാൻ വേറെ ആൾക്കാർക്ക് വന്നിട്ട് ഇത് വേണം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഓരോന്നായി ഡിലീറ്റ് കളിക്കാം. അതിലൊന്നും പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ ഇതിൽ ആഡ് ചെയ്തു. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങളുടെ ക്യാമ്പസിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ അത് എനിക്ക് ഞാൻ വിടുകയാണ്. നിങ്ങൾ ആ പോയിന്റ് ഡിലീറ്റ് ചെയ്യാനും അതിനെ മാറ്റിയിട്ട് നിങ്ങൾ വാട്ടർ ടാങ്ക് എവിടെയാണുള്ളത്, അപ്പൊ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യേണ്ട, ഇവിടെ വാട്ടർ ടാങ്ക് എവിടെയാണുള്ളത് വെച്ചാൽ ഇതിനെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അതുകൊണ്ട് പിന്നെ അതിനെ അങ്ങോട്ടേക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ ടാബ് ആയതുകൊണ്ട് തന്നെ പറ്റാത്തതാണ്. ലാപ്ടോപ്പ് നിങ്ങൾക്ക് അങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റും ഒരു പോയിന്റിൽ. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എഡിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഒരു ടൂൾ പഠിച്ചു, പോയിന്റ് ടൂള്. അതെങ്ങനെ ആഡ് ചെയ്യാന്ന് പഠിച്ചു. ഓക്കെ, നമുക്ക് വേറൊരു സാധനം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ട്രാഫിക് സിഗ്നൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ധർമ്മശാല, ഇതാണ് ധർമ്മശാല ജംഗ്ഷൻ. ഇവിടെ പ്രത്യേകിച്ച് ട്രാഫിക് സിഗ്നൽ ഒന്നും ഇല്ല. പക്ഷെ ഞാനിവിടെ കൊടുക്കാൻ ഇവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമോ, ഞാൻ എന്താ വെച്ചാൽ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അവിടെ കൊണ്ട് എവിടെയാണോ അവിടെ ഉള്ളത്, ആ റോഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ട്രാഫിക് സിഗ്നൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ടൈപ്പ് സിഗ്നൽ, ദെൻ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് പിന്നെ ഉണ്ടാവുന്നത്, ഏത് ഡയറക്ഷൻ, ഇപ്പൊ ഇങ്ങോട്ടേക്കാണ്. അത് ചിലപ്പോൾ അവിടെ കോഷൻ സിമ്പിൾ കാണാം. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാഫിക് സിഗ്നൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്ലോഡ് അടിച്ചു. അപ്പൊ എന്നോട് ചോദിക്കും വാട്ട് ഈസ് ദ ചേഞ്ച് സെറ്റ് കമന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആഡഡ് ട്രാഫിക് സിഗ്നൽ. ഓക്കെ, ആഡഡ് ട്രാഫിക് സിഗ്നൽ എന്ന് പറഞ്ഞു, കൊടുത്തു, അപ്ലോഡ് അടിച്ചു. ഓക്കെ, യു ക്യാൻ എഡിറ്റ് ദിസ് ഓൾസോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മാപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കമന്റുകളും കാണാൻ പറ്റും. നിങ്ങൾ അത് ഉണ്ടെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, അങ്ങനെ പലതും നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. നിങ്ങൾക്കൂടെ കടകൾ കാണാൻ പറ്റും.
ഓക്കെ, ആ കടകളൊക്കെ മാപ്പ് ചെയ്യാം നമുക്ക്. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളാണ്. അവിടെ കുറച്ച് മാപ്പിംഗ് വന്നിട്ടുള്ളൂ, നമുക്ക് കൂടുതൽ മാപ്പിംഗ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടൂൾ കഴിഞ്ഞ് പോയിന്റ്. ഈ പോയിന്റ് ടൂൾ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബിൽഡിങ്സ് മാപ്പ് ചെയ്യാം, ബിൽഡിങ്സ് വേണമെങ്കിൽ ബിൽഡിങ്സ് മാപ്പ് ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. പക്ഷെ ബിൽഡിങ്ങിനൊക്കെ നിങ്ങൾ ഏരിയ മാപ്പ് ചെയ്യുക എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബിൽഡിംഗ് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഇപ്പോൾ ഇവിടെ കണ്ടോ, വില്ലേജ് ഓഫീസിന് ഒരു ഏരിയ പോലെ കണ്ടില്ലേ, ഈ കാണുന്ന ഏരിയ പോലെ കണ്ടോ, അതാണ് അങ്ങനെ ഏരിയ മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റുകൾ മാപ്പ് ചെയ്യുക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞ വാട്ടർ ടാങ്ക് വരുന്നു, അല്ലെങ്കിൽ വെല്ല് വരുന്നു, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് വരുന്നു, ജംഗ്ഷൻ വരുന്നു. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിന്റുകൾ മാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടൂൾ, ദാറ്റ് ഈസ് ദ ലൈൻ. ഞാൻ ലൈൻ ക്ലിക്ക് ചെയ്യാണ്. ലൈൻ ക്ലിക്ക് ചെയ്തപ്പോൾ ലൈനിന്റെ മുകളിൽ ബ്ലൂ എന്നൊരു ബ്ലൂ കാണാൻ പറ്റും. ലൈനിന്റെ മുകളിൽ നിങ്ങൾക്ക് ബ്ലൂ ഒരു ഹൈലൈറ്റ് കാണാൻ പറ്റും, ബ്ലൂ ഹൈലൈറ്റ് ലൈനിന്റെ മുകളിൽ. ഇനി നമുക്ക് എവിടെയാണോ പിന്നെ വരക്കേണ്ടത്, ഇപ്പൊ ഞങ്ങൾ കോളേജിനകത്തേക്ക് പോകണം, അവിടെ ലൈൻസിന് ഞാൻ പണ്ട് വന്നപ്പോൾ എനിക്കിവിടെ ഒരു ഫ്രണ്ട് എൻട്രി ഇവിടെയാണെന്ന് എനിക്കറിയാം. ഈ ജംഗ്ഷൻ കാണുന്ന ജംഗ്ഷനിലുള്ള ഫ്രണ്ട് എൻട്രി നിങ്ങൾക്കറിയാം. ഞാൻ അതൊന്ന് മാറ്റി വെച്ചു. ഇതാണ് നിങ്ങളുടെ എൻട്രി ഇവിടെയാണ് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് എൻട്രി മാർക്ക് ചെയ്യണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയാണ് തോന്നുന്നു വരുന്നത്. സോ ഞാൻ എവിടെയൊക്കെയാണ് ആ വഴി പോകുന്നത് അവിടെയൊക്കെ തൊട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. തെറ്റിപ്പോയാൽ കണ്ടുപിടിക്കുക. സോ ഇതാണ് നിങ്ങളുടെ വഴി. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് വഴി വരുന്നത്. യെസ്, ഇങ്ങനെ പോകുന്നല്ലേ കോളേജ് വഴി. അതിനെ കാണുന്ന പോലെ ഞാൻ വരക്കാണ്. ഓക്കെ, ഫൈനലി എവിടെ എത്തുന്നു, ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു റോഡ് അവിടെ വരച്ചു. എനിക്കറിയില്ല ഇതാണോ റോഡ് എന്നുള്ളത്. ഞാൻ പണ്ട് 2014 കോളേജിൽ വന്ന് ഒരു പരിചയം ഉണ്ടായിരുന്നു. ആ ഒരു പരിചയത്തിനോട് ഞാൻ പിന്നെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഞാൻ വരയ്ക്കാണ്. ഇപ്പൊ അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ഗേറ്റ്, ഒരു പ്ലേ ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും റോഡ് ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. എനിക്കിത് അറിയൊന്നുമില്ല. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാണ്ട് വരച്ചാണ്. നിങ്ങൾക്ക് ഇത് പോയിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ക്യാമ്പസിനകത്തുള്ള വഴികളൊക്കെ നിങ്ങൾ ഇന്ന് പോയിട്ട് കൃത്യമായിട്ട് വരയ്ക്കാം. അപ്പൊ ഞാനൊരു വഴി വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ലൈൻ എന്ന ടൂൾ ഉപയോഗിച്ചു. ലൈൻ എന്ന മുകളിൽ ക്ലിക്ക് ചെയ്തു. എന്നതിന് ശേഷം ഓൾറെഡി ഉള്ള റോഡ്, ഇപ്പൊ ഞാൻ ലൈൻ വരയ്ക്കുന്ന വെച്ചാൽ എനിക്ക് വരയ്ക്കേണ്ടത് റോഡാണ്. അപ്പൊ നമുക്കറിയാം റോഡ് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു റോഡ് സ്റ്റാർട്ട് ചെയ്യുക വേറെ റോഡിന്റെ മുകളിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആ പറശ്ശിനിക്കടവ് റോഡിൽ പോയി അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ പറശ്ശിനിക്കടവ് റോഡിൽ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ക്ലിക്ക് ഞാൻ പറശ്ശിനിക്കടവ് റോഡിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ എവിടെയൊക്കെയാണ് കർവ് വരുന്നത് അവിടെയൊക്കെ ഓരോ പോയിന്റ് പോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കർവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 90 ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടപ്പത്തൊരു പിന്നെ 90 ഒരു പോയിന്റ് കൊടുത്തിട്ട് അതിനെ വളച്ചു കൊണ്ടുവരാം. നിങ്ങൾക്ക് അങ്ങനെ പലതും ചെയ്യാം. ഓക്കെ, അങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനി റോഡ് വരയ്ക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ മുകളിൽ കൂടെ ഒന്നും വരയ്ക്കാതിരിക്കുക. അതൊക്കെ ഇനി അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയി പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ റോഡ് വരച്ചു. ആ റോഡ് വരച്ചപ്പോൾ അത് എന്ത് റോഡാണെന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ നമ്മൾ ഒരു പോയിന്റ് വരച്ചപ്പോൾ അത് എന്താണെന്ന് അവിടെ മാപ്പ് ചെയ്തു. ഇപ്പൊ നമ്മൾ അവിടെ റോഡ് വരച്ചപ്പോൾ റോഡ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് ഇപ്പൊ അവിടെ കാണാം. ലെഫ്റ്റിലുള്ള ഫീച്ചർ ടൈപ്പിൽ ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ലൈൻ ആയിട്ടാണ് അത് എഴുതുന്നത്. ഓക്കെ, അതെന്താണ്, അതൊരു റോഡാണ്. അതെ, നമ്മൾ റോഡിന്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തത് ട്രങ്ക് റോഡ് അല്ലെങ്കിൽ അതാണ് മേജർ റോഡുകൾ. മേജർ റോഡ്, ഇപ്പൊ നിങ്ങൾ മേജർ റോഡ് നോക്കുകയാണെങ്കിൽ മോട്ടോർ വേ, ട്രങ്ക് റോഡ്, പ്രൈമറി റോഡ്, സെക്കൻഡറി റോഡ്, ടെർഷ്യറി റോഡ്, ഇതാണ് നമ്മുടെ മേജർ റോഡുകൾ. ട്രങ്ക് റോഡ് എന്നത് നമ്മുടെ നാഷണൽ ഹൈവേസും പ്രൈമറി സെക്കൻഡറി റോഡൊക്കെ സ്റ്റേറ്റ് ഹൈവേസ് ആയിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ടെർഷ്യറി റോഡ് എന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന റോഡുകളാണ്, നാട്ടിലുള്ള പേരുള്ള റോഡുകളൊക്കെയാണ്. ഇപ്പം സെക്കൻഡറി റോഡ് ഹൈവേ എന്ന് മാറി വരുന്ന റോഡുകൾ. അതിനുശേഷം പിന്നീട് പിന്നെ മേജർ അല്ലാതെ മൈനർ റോഡുകളുണ്ട്. മൈനർ റോഡുകൾ എന്ന് പറഞ്ഞാൽ മൈനർ ഓർ അൺക്ലാസിഫൈഡ് റോഡ്. ഇപ്പൊ പേരൊന്നും കൊടുക്കാത്ത റോഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മൈനർ ഓർ അൺക്ലാസിഫൈഡ് റോഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനിയിപ്പോ അതല്ല റെസിഡൻഷ്യൽ റോഡ് ആണെങ്കിൽ റെസിഡൻഷ്യൽ റോഡ് കയറ്റാം, അങ്ങനെ പേര് കൊടുക്കാം. പിന്നെ ലിവിംഗ് സ്ട്രീറ്റ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോകണമെങ്കിൽ അവിടെ ആക്സസ് ട്രാവൽ ബാൻഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് റോഡിൽ കൂടെ ആൾക്കാർക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അത്തരം കേസുകളൊക്കെ ലിവിംഗ് സ്ട്രീറ്റ് ഒക്കെ ആയിട്ട് മാറ്റാം. അല്ലെങ്കിൽ റോഡ് സൈഡിൽ ആൾക്കാർ പിന്നെ എന്താ ഒരു അപ്പുറത്തൊക്കെ ഫ്ലാറ്റ്, ചെറിയ ഫ്ലാറ്റുകളൊക്കെ കാണും. നമ്മൾ ഗലി റോഡ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ ലിവിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതായത് ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ വളരെ ശ്രദ്ധയോടെ ഡ്രൈവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ ചിലപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താണോ റോഡ് അത് നമ്മൾ മാപ്പ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ റോഡ് വരച്ചു, കോളേജിന്റെ ഫ്രണ്ടിലോട്ട് ഒരു റോഡ് വരച്ചു. അതിന് ഞാൻ
മൈനർ അൺക്ലാസിഫൈഡ് റോഡ് എന്ന് കൊടുത്തു. കാരണം അതിന്റെ പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ മൈനർ അൺക്ലാസിഫൈഡ് റോഡ് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഒരു റോഡ് വരച്ചിട്ട് അതിന്റെ പേരറിയില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ, പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ പറശ്ശിനിക്കട റോഡ് എന്ന് എഴുതിയിട്ടില്ലേ? പറശ്ശിനിക്കട റോഡ് എഴുതിയ പോലെ എന്താണ് എവിടേക്കാണ് പോകുന്നത് അത് എഴുതുക. ഇപ്പൊ GCK റോഡ് എന്ന് എഴുതി, GCK ക്യാമ്പസ് റോഡ്, സോറി ഞാൻ ക്യാമ്പസ് റോഡ് എന്ന് എഴുതി, ക്യാമ്പസ് റോഡ്. ഓക്കെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് റോഡ് എന്നൊക്കെ എഴുതാം. നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കാം, പേരുണ്ടെങ്കിൽ പേര് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് പേര് കൊടുക്കാം. ഓക്കെ, ഇനി അത് താഴെ ആ ഫീൽഡിൽ പേര് കൊടുത്തു. അതിനുശേഷം വൺ വേ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സാർ വൺ വേ? അതല്ല, വൺ വേ അല്ലല്ലോ. സോ അസ്യൂം ടു ബി നോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോ. നോ എന്നുള്ളതെങ്കിൽ നോ. അതിന് സ്പീഡ് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. ക്യാമ്പസിനകത്തുള്ള സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഐ ആം ഗിവിംഗ് 30. എനിക്ക് അറിയില്ല എത്രയാണെന്ന്. നിങ്ങളുടെ ക്യാമ്പസിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ എഴുതിയിട്ടുണ്ടാവും. 20 ആണോ 30 ആണെന്നൊക്കെ. 30 ഉണ്ടാകും തോന്നില്ല, 25 ആയിരിക്കും ഉണ്ടാവും മാക്സിമം. ഓക്കെ, ദെൻ എത്ര ലൈൻ ഉണ്ട്? ഇറ്റ് ഈസ് എ 2 ലൈൻ ആണോ സിംഗിൾ ലൈൻ ആണോ? ഇറ്റ് കുഡ് ബി, ഐ തിങ്ക് ഇറ്റ് കുഡ് ബി എ സിംഗിൾ ലൈൻ. ഇനി അത് സർഫേസ് എന്താണ്? അതിന്റെ സർഫേസ് പേവ്ഡ് സർഫേസ് ആണോ, നമ്മുടെ സിമെന്റ് ആണോ, പിന്നെ അല്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെ വെറുതെ സർഫേസ് ആണോ, അല്ലെങ്കിൽ ടാറാണെന്നൊക്കെ കൊടുക്കുക. സോ ഞാനിവിടെ ഇറ്റ് ഇസ് എ പേവ്ഡ് സർഫേസ് എന്ന് കൊടുത്തു. മിക്കവാറും അത് ടാർ ചെയ്ത് അല്ലെങ്കിൽ ആഷ്ഫാൾട്ടോ എന്തെങ്കിലും ഉണ്ടാവും, മിക്കവാറും ഇന്റർലോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ സർഫേസ് കൊടുത്തു. ഇനി അത് റോഡ് മാത്രമാണ്, അവിടെ ബ്രിഡ്ജോ ടണലോ മറ്റു കട്ടിങ്ങോ അല്ലെങ്കിൽ ഫോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ് മാർക്ക് ചെയ്യണം. ഇപ്പൊ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ അപ്പൊ ഇതൊക്കെ ഞാൻ ബ്രിഡ്ജൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ലെങ്തി ആക്കുന്നില്ല. നമുക്ക് ഒരു 4:15 മാക്സിമം നമുക്ക് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ഇൻട്രസ്റ്റ് ആയ ആൾക്കാർ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാനിപ്പം ബേസിക് ആയിട്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സോ നമുക്ക് എന്താ റോഡിന്റെ പേര് കൊടുത്തു, അത് വൺ വേ ആണെന്ന് കൊടുത്തു, അതിന്റെ സ്പീഡ് ലിമിറ്റ് കൊടുത്തു, അതിൽ എത്ര ലൈൻ ഉണ്ടെന്ന് കൊടുത്തു, എത്ര ലൈൻസ് ഉണ്ടെന്ന് കൊടുത്തു, സർഫേസ് എന്താണെന്ന് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് അത് ആർക്കൊക്കെ ആക്സസിബിൾ ആണ്, ഫൂട്ടിലൂടെ പോകാൻ പറ്റുമോ? ചില ടണലൊക്കെ ആണെങ്കിൽ അതിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ഫൂട്ട് അലൗഡ്, യെസ് ഓർ നോ? മോട്ടോർ വെഹിക്കിൾസിന് പോകാൻ പറ്റുമോ? ബൈസിക്കിൾസിന് പോകാൻ പറ്റുമോ? ഈ ഹോഴ്സസിന് പോകാൻ പറ്റുമോ? മൃഗങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ അത്തരത്തിൽ യെസ് ഓർ നോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ദെൻ അഗൈൻ ടാഗും റിലേഷൻസും ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കണ്ട. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്തു, റോഡ് എഡിറ്റ് ചെയ്തു, അവിടെ സേവ് എന്ന ബട്ടൺ റൈറ്റ് ടോപ്പിൽ ആണ് സേവ് എന്ന ബട്ടൺ അമർത്തുക. സേവ് എന്ന ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ ചോദിക്കും ചേഞ്ച് സെറ്റ് കമന്റ്, എന്താണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഒരു ക്യാമ്പസ് റോഡ് ആഡഡ് ക്യാമ്പസ് റോഡ്, ക്യാമ്പസിന്റെ റോഡ് ഞാൻ ആഡ് ചെയ്തു. ആഡഡ് ക്യാമ്പസ് റോഡ്, ആഡഡ് ക്യാമ്പസ് റോഡ് കൊടുത്തു. ഐ വുഡ് ലൈക്ക് സമ്മൺ ടു റിവ്യൂ മൈ എഡിറ്റ്സ് ബിക്കോസ് ഐ ഡോണ്ട് നോ, ഈ പ്ലേസ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഐ വുഡ് ലൈക്ക് സമ്മൺ ടു റിവ്യൂ മൈ എഡിറ്റ്സ് എന്ന് കൊടുത്തു. ദെൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് അവിടെ ആഡ് ആയി. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് റോഡ് ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടോ, നിങ്ങളുടെ ക്യാമ്പസിനകത്ത് റോഡ് വരച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ക്യാമ്പസിനകത്ത് വരയ്ക്കാൻ ബാക്കിയുള്ള റോഡുകൾ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഇനി റോഡ് വരയ്ക്കുമ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ഒരു റോഡ് വരയ്ക്കുമ്പോൾ ഒരു റോഡിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴും വേറൊരു റോഡിലൂടെ ആയിരിക്കും. ഇപ്പൊ ഈ ക്യാമ്പസിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു റോഡ് ആരോ വരച്ചിട്ടുണ്ട്. ഈ കാണുന്ന സാധനം അതൊരു പാത്ത് വരച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എറർ കാണുന്നുണ്ടോ? മഞ്ഞ എഴുതിയുണ്ടോ? പാത്ത് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം അതർ റോഡ്സ് ആൻഡ് പാത്ത്. സോ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ബട്ടൺ അമർത്തി ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങൾ അത് വരച്ച് ഇതിന് റോഡ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ഒരു കണ്ടിന്യൂറ്റി ഉള്ള രീതിയിൽ നിങ്ങൾ വരച്ച് ചേർക്കുക. ഓക്കെ, നമ്മുടെ റോഡ് അവിടെ ആഡ് ആയി. ഓക്കെ, ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. റോഡ് മാത്രമല്ല, സോറി,
ഓക്കെ, ഇനി നമുക്ക് റോഡ് മാത്രമല്ല ഇതുപോലെ ലൈൻസ് മാർക്ക് ചെയ്യാം. ലൈൻസ് എന്ന് വെച്ചാൽ പവർ ലൈൻസ് മാർക്ക് ചെയ്യാം. ഇപ്പൊ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗെയിലിന്റെ പൈപ്പ് ലൈൻസ് മാർക്ക് ചെയ്യാം. ഗെയിലിന്റെ പൈപ്പ് ലൈൻസ് ഏതിലൂടെ പോകുന്നു മാർക്ക് ചെയ്യാം. ഓക്കെ, അത്തരത്തിലുള്ള മൈന്യൂട്ടായ കാര്യങ്ങൾ ഇപ്പൊ കേബിൾ നെറ്റ്വർക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ടെലിഫോണിന്റെ നെറ്റ്വർക്ക്, BSNL ഫൈബർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് മാപ്പ് ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മാപ്പ് ചെയ്ത് കൊണ്ടുവരാം. അത് ഇതിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇതിലെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ ഒരു ലൈൻ വരയ്ക്കുക, അല്ലെ റോഡ് വരയ്ക്കുക, ആ റോഡിന് എങ്ങനെ പേര് കൊടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഒരു ഏരിയ ആഡ് ചെയ്യാണ്. ഏരിയ എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ആഡ് ചെയ്യാണ്. ഇപ്പൊ എനിക്കിവിടെ സൂം ചെയ്യുമ്പോൾ കാണുന്നത് 2 ബ്ലൂ ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കും തോന്നുന്നു, അല്ലെങ്കിൽ ക്യാൻറ്റീൻ ആയിരിക്കും. സോ ഞാനിവിടെ അറിയില്ല, അപ്പൊ ഞാനതൊരു വർക്ക്ഷോപ്പ് ആയിട്ട് കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏരിയ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഏരിയ ടൂളിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഏതൊക്കെ ഏരിയ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ ബൗണ്ടറീസ്, അതായത് ഈ ഒരു ബിൽഡിങ്ങിന്റെ ബൗണ്ടറിയിൽ ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബൗണ്ടറി ടച്ച് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് ദ ബൗണ്ടറി ഏരിയ 1 2 3 1 2 3 4. നാലാമത്തെ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യാം. അപ്പൊ ഇത് ചെറുതായിട്ട് അലൈൻമെന്റ് മാറിപ്പോയി. അത് നിങ്ങൾക്ക് ഞാൻ വരച്ച് തെറ്റായിപ്പോയെങ്കിൽ വരച്ച് മാറ്റി വെക്കാം. അതിൽ ഏതാണ് പോയിന്റ് വെച്ചാൽ ആ പോയിന്റ് തൊട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ രണ്ട് ബിൽഡിംഗ് ഓവർലാപ്പ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതെങ്ങനെയാ ബിൽഡിംഗ് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4 പോയിന്റ്സ് ആ ഒരു ബിൽഡിംഗ് മാത്രം മാർക്ക് ചെയ്തു. ഇനി അത് എന്ത് ബിൽഡിംഗ് ആണ് എന്നത് നമുക്ക് കൊടുക്കാം. ഇതിപ്പോ എനിക്ക് റെക്ടാങ്കിൾ വേണമായിരുന്നു. റെക്ടാങ്കിൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ല സ്ക്വയർ എന്ന ഓപ്ഷൻ അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ക്വയർ ആക്കി പെർഫെക്റ്റ് റെക്ടാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഞാൻ വരച്ചപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ശരിയായി. ഓക്കെ, കറക്റ്റ് എന്തായാലും റെക്ടാങ്കിൾ ആയിട്ട് വരും. ഓക്കെ, ഇതിന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലൈൻ ചെയ്തപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിനും പേര് കൊടുക്കണം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. ഈ ലെഫ്റ്റിലെ ഫീച്ചർ ടൈപ്പ് മാറ്റുക. ഏരിയക്ക് വരാൻ എന്താണത്, ബിൽഡിംഗ് ആണ്. അത് ബിൽഡിംഗ് ആണ്. വാട്ട് ഇസ് ദ നെയിം? ഇറ്റ് ഈസ് എ വർക്ക്ഷോപ്പ്. ഓക്കെ, എന്താണ് നെയിം എന്നൊക്കെ നിങ്ങൾ കൊടുക്കുക, ബിൽഡിംഗ് വർക്ക്ഷോപ്പ്. ഇത് താഴെ കണ്ടോ എത്ര ലെവൽ ഉണ്ട്? ഫസ്റ്റ് ലെവൽ ഒറ്റ ലെവലല്ലോ, ലെവൽ 1. ദെൻ ഹൈറ്റ് എത്ര? ഐ തിങ്ക് 3 മീറ്റർ. നിങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല ഹൈറ്റ്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. അതിന്റെ അഡ്രസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അത് എന്താണെന്നുള്ള കാര്യം മാത്രം കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടോ ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ ഒരു ബിൽഡിംഗ് കാണിക്കുന്നു. ആ ബിൽഡിംഗ് വരുന്നു. അതിനുശേഷം അത് സേവ് ചെയ്യുക, സേവ് കൊടുക്കുമ്പോൾ ചോദിക്കും ചെയിൻ സെറ്റ് എന്താണ്. ചെയിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എടുത്ത് നോക്കുക. ഒക്കെ ആ എന്താണ് ആഡഡ് വർക്ക്ഷോപ്പ് ബിൽഡിംഗ്. ഓക്കെ, അതിനുശേഷം വർക്ക്ഷോപ്പ് ബിൽഡിംഗ് അപ്ലോഡ് കൊടുക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ കമന്റ്, നമ്മുടെ ചേഞ്ചസ് സെറ്റ് അപ്ലോഡ് ആവും. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്തത് അത് അപ്ലോഡ് ആവും. ഇപ്പൊ നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് കാണാൻ പറ്റും. നിങ്ങൾ ഇന്ന് തന്നെ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ കോളേജിൽ പോവുക. കോളേജിന്റെ പരിസരത്തിൽ ഇപ്പൊ ഞാൻ വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വർക്ക്ഷോപ്പ് ചിലപ്പോൾ വർക്ക്ഷോപ്പ് ആയിരിക്കും, ചിലപ്പോൾ ക്യാൻറ്റീൻ ആയിരിക്കും, ചിലപ്പോൾ വേറെ ബിൽഡിംഗ് ആയിരിക്കും. അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുക, എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെയുള്ള ഇതും നിങ്ങൾ എഡിറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ ക്യാമ്പസിനകത്തുള്ള റോഡുകൾ വരയ്ക്കുക. ക്യാമ്പസിനകത്ത് റോഡ് വരയ്ക്കാൻ മാത്രമല്ല, ഇപ്പൊ ഈ ബിൽഡിംഗ് കണ്ടോ, ഈ ബിൽഡിംഗ് ചെരിഞ്ഞിട്ടൊക്കെയാണ് വരച്ചേക്കണം. അപ്പൊ അതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്വയർ അടിക്കുക. അപ്പൊ കുറച്ചുകൂടെ ഇത് കിട്ടും നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണുന്ന മാപ്പ് ക്ലിയർ അല്ല എങ്കിൽ ഇവിടെ ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഈ റൈറ്റിൽ 3-4 ലെയർ ആയിട്ട് കാണുന്ന സാധനം. അപ്പൊ അവിടെ പല ഇമേജസ് കിട്ടും, പല സാറ്റലൈറ്റ് ഡാറ്റാസ് കിട്ടും. ഞാൻ അവിടെ ഉണ്ടോ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്ത ഒരു ലെയർ എന്നുള്ള അവിടെ ബ്ലൂ ഹൈലൈറ്റ് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇവിടെ എനിക്ക് ബിങ് ഏരിയൽ ഇമേജറി, S3 വേൾഡ് ഇമേജറി, മാപ്പ് ബോക്സ് സാറ്റലൈറ്റ്, മാക്സാർ പ്രീമിയം, ദെൻ OSM, ഓപ്പൺ ടോപ്പോ മാപ്പ്, അങ്ങനെ പല മാപ്പുകളുടെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അവരുടെയൊക്കെ സാറ്റലൈറ്റ് ഇമേജ് ആണ്. ഇപ്പൊ ഇവിടെ കിടക്കുന്നത് മാക്സാർ സ്റ്റാൻഡേർഡ് ഇമേജറി ബീറ്റ എന്നാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് വൺ ബിങ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ബിങ് കാണാൻ പറ്റും. ഇപ്പൊ ഈ കാണുന്നത് ബിങ് മാപ്പാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഈ കാണുന്ന പച്ച, ചിലപ്പോൾ ചില സ്ഥലത്ത് ഈ സാറ്റലൈറ്റ് കഴിഞ്ഞ മാസം പിക്ചർ എടുത്തായിരിക്കും, ചില സ്ഥലത്ത് ഈ സാറ്റലൈറ്റ് 6 മാസം മുന്നത്തെ പിക്ചർ ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത സ്ഥലത്ത് നല്ല പിക്ചർ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ബിങ്ങിന് മാറ്റുക, പിന്നെ എന്താ ഓരോരോ മാപ്പ് കൊടുത്ത് നോക്കുക. ഇപ്പൊ ഈ മാപ്പ്, ഇപ്പൊ ഈ മാപ്പ് കണ്ടോ, ഇത് എനിക്ക് ഒന്ന് കുറച്ചുകൂടെ പഴയതാണോ, ഇത് കുറച്ചുകൂടെ പഴയതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത് ഞാൻ ഇത് സ്റ്റാൻഡേർഡ് മാക്സാർ തന്നെയാണ് കുറച്ചുകൂടി നല്ലത്, കുറച്ചുകൂടി ക്ലാരിറ്റി
കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത് മാക്സ് ആറാണെന്ന് തോന്നുന്നു. അപ്പൊ ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള മാപ്പ് ഏതാണെന്ന് നോക്കുക. അപ്പൊ എന്നിട്ട് വരയ്ക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യം നിങ്ങൾ ഈ 3 ടൂൾസ് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേറെ വേറെ ഏരിയാസ് നോക്കുമ്പോൾ അവിടെ സോറി അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ ലെയറിൽ പോവാം, മാപ്പ് വരയ്ക്കാം. ഇനി പല പല കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബേസിക് ആയിട്ടുള്ള ടൂൾസ് മാത്രം പറയാം. നിങ്ങളത് നിങ്ങൾ സ്വന്തമായിട്ട് ഇതിലേക്ക് വരിക, പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കുന്ന വെച്ചാൽ സേവ് എന്ന ബട്ടൺ അടിക്കാൻ വേണ്ടിയിട്ട് സേവ് എന്ന ബട്ടൺ അടിക്കുമ്പോൾ പിന്നെ അവിടെ ഓരോരോ എഡിറ്റ് ആയിട്ട് സേവ് ചെയ്യുക. ഓക്കെ ഓരോ എന്നിട്ട് ചേഞ്ച് സെറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ അത്രയും കാര്യങ്ങൾ നോക്കിയാണ്. ഇനി വേറെ എന്തൊക്കെ ഇതിൽ പോസിബിൾ ആണ് അല്ലെങ്കിൽ എന്ന ഒരു കാര്യങ്ങൾ നോക്കാം. അതായത് ഈ മാപ്പുകൾ നമുക്ക് എന്തൊക്കെ പോസിബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ടൗൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് കേരളത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സൂം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? സൂം ചെയ്യുമ്പോൾ അവിടെ കുറെ പച്ചയായിരിക്കും കാണുക. ഇപ്പം കണ്ണൂരാണെങ്കിൽ പോലും നിങ്ങൾ നോക്കുക, നിങ്ങൾ നമ്മുടെ നാട്ടിൽ പുറത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പച്ചയൊന്നും കാണില്ല. പക്ഷേ മാപ്പിൽ നോക്കുമ്പോൾ ഫുൾ പച്ച കാണാൻ പറ്റും. സോറി നിങ്ങൾ വയനാട് എടുക്കുവാണെങ്കിൽ ഈ വയനാട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ണൂരിന് തന്നെ ബോർഡർ എടുത്തോണെങ്കിൽ ഫുൾ പച്ചയായിരിക്കും കാണാം. ഇപ്പം പൈതൽമല അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഒക്കെ നോക്കുമ്പോൾ ഫുൾ റോഡുകളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു മാപ്പ് നോക്കിയിട്ട് റോഡ് വരയ്ക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇപ്പൊ ഈ മാപ്പ് ഇങ്ങനെ സൂം ചെയ്തിട്ട് റോഡ് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ ചില റോഡൊക്കെ മാപ്പ് ചെയ്തിട്ടുണ്ട്, പല റോഡും കൂടെ മാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മാപ്പ് ചെയ്യാത്ത റോഡുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ റോഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ ഇങ്ങോട്ടെല്ലാം എന്താ ഇവിടെ ഈ വീട്ടിലേക്കെല്ലാം റോഡ് ചെറിയ പോകുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്, ഈ തൊട്ടപ്പുറത്ത് വേറൊരു വീട് കാണുന്നുണ്ട്. അങ്ങനെ പല പല വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ എന്നിരുന്നാലും റോഡ് മാപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അത്തരത്തിൽ റോഡുകൾ നമുക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നില്ല. ഈ കനോപ്പി കവർ കൊണ്ട് നമുക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ GPS ട്രേസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മേലെ കണ്ടോ GPS ട്രേസസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ യൂസർ ഡയറീസിന് തൊട്ടിപ്പുറത്ത് അല്ലെങ്കിൽ ഈ എഡിറ്റ് ഹിസ്റ്ററി എക്സ്പോർട്ട് കഴിഞ്ഞിട്ട് GPS ട്രേസസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ GPS ട്രേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വഴിയിലൂടെ പോകുമ്പോൾ ആ വഴി ഇപ്പൊ ഇവിടെ കുറെ GPS ട്രേസസ് കാണാം. ഇതൊക്കെ ആൾക്കാർ പബ്ലിക് GPS ട്രേസസ് ആണ്. അതായത് ആൾക്കാർ അവിടെ ഓരോ വഴിയിലൂടെ പോകുമ്പോൾ അവരുടെ ഫോണ് ഏതൊക്കെ വഴിയിലൂടെ പോയി എന്ന് കാണിക്കുന്ന ഒരു ഡാറ്റയാണ്. ഓക്കെ ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നല്ല നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ പഠിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. GPS ട്രേസ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. മീൻസ് ഭയങ്കര കനോപ്പി കവറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മളൊരു ബൈക്ക് യാത്ര പോവാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഈ GPS ട്രേസ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ GPS ട്രേസ് ലൊക്കേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്പല്ല, ഇതിന് പർട്ടിക്കുലർ ആപ്പ് ഉണ്ട്. OSMന്റെ ആപ്പ് ഉണ്ട്, OSM ട്രേസർ ഉണ്ട്. ആ ട്രേസർ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിലൂടെയുള്ള എല്ലാ ട്രേസുകളും നമുക്കൊരു ട്രേസ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ GPS ട്രേസ് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു ട്രേസ് അല്ലേ, ഈ ട്രേസ് ആണ്. ഈ ഒരു ട്രേസ് ഒരാൾ പോയ വഴിയാണ്. ഇത് അപ്ലോഡ് ചെയ്തത് 8th January 2021 ആണ്. 10:20 രാവിലെ 10:20 രാവിലെ അയാൾ പോകുമ്പോൾ എവിടെയോ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മാപ്പ് ഇട്ടാണ് ആ കാണുന്ന മാപ്പ്. ഇത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇത് ചെയ്യുന്നതും ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഓൺലൈനിൽ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ചെയ്യുന്നതും ഇതേ മെത്തേഡാണ്. നമ്മളിപ്പം കോഴിക്കോട് നിന്ന് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് ശ്രീകണ്ഠപുരത്തേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾ പോവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്തുള്ള ഓരോ പോയിന്റുകൾ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച് 2 ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അങ്ങനെ കളക്ട് ചെയ്ത് ഓരോ പോയിന്റ് ഓരോ മീറ്റർ ഗൂഗിൾ മാപ്പ് ചെയ്യുന്ന ഓരോ മീറ്റർ കൂടുമ്പോഴും ഓരോ പോയിന്റ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കും. അപ്പൊ നമ്മൾ പോയ വഴി ആ ഗൂഗിൾ മാപ്പിന് മനസ്സിലാവും. അത് ഒരു ബൈക്ക് പോയ വഴിയാണ്, ബൈക്കിന്റെ സ്പീഡും വെച്ചിട്ട് ബൈക്ക് പോയ വഴിയാണോ, കാറിന്റെ സ്പീഡ് വെച്ചിട്ട് കാറ് പോയ വഴിയാണോ, അല്ലെങ്കിൽ അത് പിന്നെ ആൾക്കാർ നടന്നു പോയതാണോ, സൈക്ലിംഗ് ചെയ്താണോ എന്നിങ്ങനെയൊക്കെ ആ ഒരു AI വെച്ച് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലാണ് ഗൂഗിൾ മാപ്പ് വരയ്ക്കുന്നത്, ഈ റോഡുകൾ വരയ്ക്കുന്നത്. അപ്പൊ ഈ ഗൂഗിൾ മാപ്പിൽ കാണുന്ന ഈ റോഡെല്ലാം വരച്ചേക്കണത് വ്യക്തികൾ ചേർന്ന് വരച്ചതല്ല, പകരം AI വരച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതില് റോഡിന്റെ വീതി ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ പലപ്പോഴും മാപ്പ് കാർ ഉപയോഗിക്കുകയാണെങ്കിൽ ചില സമയത്തൊക്കെ നിങ്ങൾ പെട്ടിട്ടുണ്ടാവും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ. അതായത് ചില റോഡ് നാരോ റോഡായിരിക്കും. അപ്പൊ അതിലൂടെ ആക്സസിബിലിറ്റി എത്ര എന്നുള്ളത് ഗൂഗിൾ മാപ്പിന്റെ ഇവിടെ കാണാം. ഇത് ഗൂഗിൾ മാപ്പ് അല്ലേ, ഇതിൽ പ്രത്യേകിച്ച് ആക്സസിബിലിറ്റി എഴുതിയിട്ടില്ല.
എന്നാൽ നിങ്ങൾ OSM എടുക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഇവിടെ മെയിൻ റോഡ് എഴുതിയിട്ടുണ്ട്, ഓക്കെ, മേജർ റോഡുകൾ എഴുതിയിട്ടുണ്ട്. ബാക്കി ഉള്ളിൽ റോഡിന് എത്ര വീതി ഉണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ ഓപ്പൺസ്ട്രീറ്റ് മാപ്പിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലോക്കലി അറിവുള്ള ആൾക്കാരാണ്. ലോക്കലി ആരൊക്കെയാണോ അവിടെ ഉള്ളത്. ഇപ്പൊ എന്റെ വീട് ധർമ്മശാലയാണെങ്കിൽ ഞാൻ ധർമ്മശാലയുടെ കാര്യങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് കൃത്യമായി അറിയാൻ പറ്റും ആ റോഡിന്റെ വീതി എത്ര എന്നൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഓപ്പൺസ്ട്രീറ്റ് മാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ ഒരു ഈ റോഡിന്റെ മാപ്പ്, ഈ റോഡിൽ റോഡ് എടുത്ത് ഈ റോഡിന്റെ വീതി എത്ര എന്ന് എനിക്കറിയാം. ഇപ്പൊ എനിക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും എത്ര ലൈൻ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടെ ഇപ്പൊ കറന്റ്ലി ഗൂഗിൾ മാപ്പ് ഹാവ് എൻ എഡ്ജ്. അത് കുറെ കാലമായി തുടങ്ങിയിട്ട് പ്രൈവറ്റ് ആണ്. അപ്പൊ അതിനൊരു ഗൂഗിൾ മാപ്പിന് എഡ്ജ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഇപ്പൊ നമ്മളെ മാസമായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങുന്നതോറും ഇപ്പം ഈ ഒരു ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിന് ഗൂഗിൾ മാപ്പിനേക്കാളും കൂടുതൽ എഡ്ജ് കിട്ടും. ഈ മാപ്പ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആവുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് കംപ്ലീറ്റ്ലി എല്ലാവർക്കും അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലത്തെ ഒരു ഡെലിവറി ഒരു ആപ്പ് തുടങ്ങണം. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു നിങ്ങളൊരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി നിങ്ങൾക്ക് കുറച്ച് ഗ്രോസറി ഡെലിവറിയോ അല്ലെങ്കിൽ പിന്നെ ഫിഷോ അല്ലെങ്കിൽ പറഞ്ഞ മീറ്റോ അങ്ങനെ എന്തെങ്കിലും ഡെലിവറി നിങ്ങൾക്ക് കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈവൻ ഫുഡ് ഡെലിവറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ചെറിയ ആപ്പ് പിന്നെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ആൻഡ് സപ്പോർട്ട് ആയിട്ട് ഒരു മാപ്പ് വേണം. അപ്പൊ ആ മാപ്പിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഗൂഗിൾ മാപ്പിനെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിലേക്ക് ആക്സസിബിലിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ മാപ്പിംഗ് ഡാറ്റ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പെയ്ഡ് ആയിരിക്കും അത്. അപ്പൊ അത്രയും പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിന് പിന്നെ മൊത്തം ഡാറ്റാസ് ഒന്നും മേടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ മിക്കവാറും സാധാരണ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ എന്നാൽ നമുക്കൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ആർക്കും ഉപയോഗിക്കാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വരികയാണെങ്കിൽ അപ്പൊ ഏതൊക്കെ ഡാറ്റാസ് വേണമെങ്കിലും എങ്ങനെയൊക്കെ വേണമെങ്കിലും ആൾക്കാർക്ക് മാപ്പ് ചെയ്യാനും പിന്നെ ഉപയോഗിക്കാനും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിനെ മറ്റു മാപ്പ് ഈ ഗൂഗിൾ മാപ്പിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇതിലെ കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഓബ്വിയസ്ലി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വിക്കി പേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ഇവിടെ നോക്കുവാണെങ്കിൽ geocoding address and names. The data of OSM can be used in various ways, including production of maps and electronic maps similar to Google Maps. For example, geocoding of address and place names and route planning. Prominent users include Facebook, Wikimedia, Maps, Apple, Microsoft, and Apple Amazon Logistics. അങ്ങനെ പലരും ലോജിസ്റ്റിക്സ് കമ്പനീസ് പലരും ഈ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ചുകൂടെ കോൺട്രിബ്യൂഷൻസ് വരുന്നതോടുകൂടി പലരും അതിൽ യൂസ് ചെയ്ത് വരും. ഇനി ഇതുമായിട്ട് ഞാനിപ്പോ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് കമ്മ്യൂണിറ്റിയിൽ കുറച്ച് കാലമായിട്ടുണ്ട്. ഇതിന്റെ OSM നിങ്ങൾ ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞാൽ OSM കേരള എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കേരളത്തിലെ വളരെ ആക്റ്റീവായ കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഞാൻ പല ആൾക്കാരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ OSM-ലേക്ക് വന്നിട്ട് പിന്നീട് ജിയോ ടാഗുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോലികളിലേക്ക് അല്ലെങ്കിൽ മറ്റു കമ്പനികൾ ഇങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്യുന്ന കമ്പനികളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാരുടെ ഇതിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു 4 ആൾക്കാരെ, അറ്റ്ലീസ്റ്റ് 4 ആൾക്കാരെങ്കിലും ഞാൻ ഇതിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. 2016 മുതൽ ഇതിൽ 16 തൊട്ട് ജോലിക്ക് കയറിയ ആൾക്കാരൊക്കെ ഉണ്ട്. സോ കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഇതിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ഏരിയ ഇങ്ങോട്ടേക്ക് മാറാം. നിങ്ങൾ ഇപ്പം വെച്ചാൽ ഒരു ദിവസം ഒരു 1 hour ഡെയിലി 1 hour ഒക്കെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു വിത്തിൻ 2 months നിങ്ങൾ ഭയങ്കര കേരളത്തിലെ തന്നെ ഭയങ്കര ഫ്രണ്ട് കോൺട്രിബ്യൂട്ടർ ഒക്കെ ആയിട്ട് മാറും. അപ്പൊ അത്തരം കേസുകളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തേടി ആൾക്കാർ വരും. ഇപ്പൊ ഈവൻ ഗൂഗിൾ മാപ്പിന്റെ ഈ ഒരു ലോക്കൽ ഗൈഡ് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതില് നിങ്ങൾ നോക്കുവാണെങ്കിൽ ലോക്കൽ ഗൈഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിലും അവർ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ലോക്കൽ ഗൈഡ്സ് ഒരു ലെവൽ ഓഫ് ലോക്കൽ ഗൈഡ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങൾക്ക് ലോക്കൽ ഗൈഡ്സ് കാണാൻ പറ്റും. അപ്പൊ ലോക്കൽ ഗൈഡ്സിനും അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഭാവിയിലുള്ള ഒരു ഭാവിയിലുള്ള ഒരു നമ്മുടെ ടൂറിസം വരിക എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ ലോക്കൽ ഗൈഡ്സിനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ ടൂറിസ്റ്റ് കേരളത്തിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ അയാൾ നിങ്ങളെ ഡയറക്ട്ലി നിങ്ങളെ കണക്ട് ചെയ്യുന്നു. നിങ്ങൾ വഴി നിങ്ങളുടെ ഒരു വീക്കെൻഡ് അയാളോടൊപ്പം പോകുന്നു എന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പിന്നെ ഭാവിയിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട്.
എന്നിരുന്നാലും അതിനേക്കാളും കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നമ്മുടെ പിന്നെ പലപ്പോഴായി പല ആവശ്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ആവശ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ കറന്റ് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിലിപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള PHCs, ഹോസ്പിറ്റൽസ്, താലൂക്ക് ഹോസ്പിറ്റൽ, അഡ്മിനിസ്ട്രേറ്റീവ്, പഞ്ചായത്ത് ഓഫീസ്, അംഗനവാടി, റേഷൻ ഷോപ്പ്, പിന്നെ എന്നുവേണ്ട നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ എല്ലാം വളരെ കൃത്യമായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പോരാത്തതിന് നിങ്ങളുടെ നാട്ടിലെ പുഴകൾ എത്ര പുഴയുടെ ഏരിയ എത്ര, പവർ ഗ്രിഡ് ലൈൻസുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ OSMലേക്ക്. അപ്പൊ അങ്ങനെ ഓരോരോ സ്റ്റെപ്സ്, അതായത് മാനുവലി നമ്മളിങ്ങനെ എല്ലാം വളരെ കൃത്യമായിട്ട് ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരെ ഇമ്പ്രൂവ്ഡ്, ഗൂഗിൾ മാപ്പിനെക്കാട്ടൊക്കെ ഇമ്പ്രൂവ്ഡ് ചില ഏരിയകളിൽ, ഇപ്പൊ നിങ്ങൾ ഈവൻ കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ലോക്കലിയുള്ള വഴികളെക്കാട്ടും നന്നായിട്ട് OSMൽ വഴികൾ ആൾക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ പിന്നെ പ്രോഗ്രാംസ് എന്തെങ്കിലും വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നക്ഷ 2021 എന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ഇത് ബേസിക്കലി ഒരു മാപ്പിംഗ് പാർട്ടിയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഓർഗനൈസ് ചെയ്യുന്നത് LBS കാസർഗോഡ്, പിന്നെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ ആലപ്പുഴ ആലപ്പുഴയിലെ ഒരു കോളേജാണ്. അങ്ങനെ 3 കോളേജ് ചേർന്നിട്ട് ഒരു നാഷണൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിന്റെ ഈ ഒരു വിക്കിപീഡിയ പേജൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഞാൻ ഇത് കേരള ഗവൺമെന്റിന്റെ മാപ്പത്തോൺ കേരള എന്ന വെബ്സൈറ്റ് ആണിത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അതിന്റെ ഹോം പോയിക്കോട്ടെ, എന്റെ നെറ്റൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് ഇതാണ്. ഇതിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ കാണാൻ പറ്റും. എന്തൊക്കെ, പിന്നെ ഒരു ചെറിയ ട്രെയിനിങ് സെഷൻസ് ഇവിടെ കാണാൻ പറ്റും. പിന്നീട് ഇപ്പൊ നിങ്ങൾ എവിടെയൊക്കെ ട്രെയിനിങ് നടന്നു, അങ്ങനെ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കോളേജിന്റെ ട്രെയിൻ നടന്നൊക്കെ ഇവിടെ വരും. പിന്നീട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ OSM കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ മോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കോൺട്രിബ്യൂട്ടേഴ്സ്, അതായത് വളരെ ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് എല്ലാ കോൺട്രിബ്യൂട്ടേഴ്സിനും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വളരെ ഇപ്പൊ IT സെല്ലിന്റെയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ POs ആയിക്കോട്ടെ, കുറെ POsമാരുണ്ട് നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെ POsമാരുടെയോ അത്തരത്തിലുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്നാൽ വളരെ ആക്റ്റീവായിട്ട് NSS വഴി അല്ലെങ്കിൽ മറ്റു ഇതുവഴി വന്ന കുറച്ച് വ്യത്യസ്തമായ ആൾക്കാരുടെ സ്റ്റോറീസ് ആണ് ഇവിടെ കൊടുത്തേക്കണേ. അതിൽ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ബൈക്ക് റൈഡേഴ്സ്, കുറെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. ബൈക്ക് റൈഡ് ചുമ്മാ ആൾക്കാർ ഫ്രീക്കാനായിട്ട് ബൈക്ക് ഓടിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പല ഏരിയകളും മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കൊക്കെ എടുത്തൊരു ഒരു സൺഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിമോട്ട് ഏരിയകളിൽ, നമ്മളിപ്പോൾ എന്തായാലും ഒരു ട്രിപ്പിന് പോകുന്നു, അപ്പൊ അത്തരം കേസുകളിൽ പോകുമ്പോൾ ആ വഴി ഇതിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ അതിന്റെ സൈഡുകളിൽ എന്തൊക്കെ കാണുന്നു അതൊക്കെ ഞാൻ ഈ മാപ്പിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യങ്ങളായിട്ട് പോകുന്ന ആൾക്കാർ ഇതിലുണ്ട്. പിന്നീട് NSSന്റെ ഭാഗമായിട്ട് ഇപ്പൊ അമിതാഭ് ബിജു ഒക്കെ NSSന്റെ ഭാഗമായിട്ട് ഇതിലേക്ക് വന്നിട്ട് പിന്നീട് ഭയങ്കര ആക്റ്റീവ് മാപ്പറായിട്ട് മാറിയതാണ്. ഇവിടെ വയനാട് ജില്ലകളിൽ തന്നെ ഒരു ഭയങ്കര ആക്റ്റീവായ മാപ്പറുണ്ട്, മുഹമ്മദ് ആദിൽ അഷ്റഫ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദിൽ അഷ്റഫ് ഒക്കെ വളരെ ഒരു കോർ ലെവൽ അത്രയും ചേഞ്ച് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു നിങ്ങളുടെ സമയം നിങ്ങൾ പലപ്പോഴായി വേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറച്ചൊരു കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ കിട്ടുമെന്ന് വെച്ചാൽ യെസ്, നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കഗ്നൈസേഷൻ കിട്ടും. ചിലപ്പോൾ ഭാവിയിൽ ബെനിഫിറ്റുകൾ കിട്ടും. അങ്ങനെ പലതും, അങ്ങനെ എന്തും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ചെറുതായിട്ട് മാറിയേക്കാം. ഓക്കെ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കനോട്ട് പ്രോമിസ് എനിത്തിങ്, ബട്ട് ദർ വിൽ ബി എ ചേഞ്ച്. നിങ്ങൾ ഇതിൽ ഇതുവരെ ബന്ധപ്പെട്ട ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് കിട്ടും. ഇനി ഇത് ഞാനിപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റ് OSM എന്നൊരു വെബ്സൈറ്റ് മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്പുകളുണ്ടോ, ആപ്പുകളുമായിട്ട് ചെയ്താൽ പോരെ, വെബ്സൈറ്റായിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആപ്പുകൾ ഉണ്ട്, ഞാനിവിടെ പരിചയപ്പെടുത്തുന്നില്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ട് ആപ്പുകളിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാം. നിങ്ങളുടെ കോളേജിൽ ഒരു മിനിമം ഒരു 10 പേരെങ്കിലും വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു മാപ്പിംഗ് ചെയ്യുന്നവരായിരിക്കും. അത്ര ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾ ആക്റ്റീവായിട്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഒന്ന് അക്കൗണ്ട് എടുത്തതിന് ശേഷം ചെറുതായിട്ട് മാപ്പിംഗ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ OSM ഞാനിപ്പോൾ പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. എന്നതിന് ശേഷം പിന്നെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിലേക്കൊക്കെ ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക. ഇനി ഒരു ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്, 5 ഡേ ഇന്റേൺഷിപ്പ്.
അതൊരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്, 200 റുപ്പീസ് പെയ്ഡ് ആണ്. അപ്പൊ ആ ഇന്റേൺഷിപ്പ് ചെയ്യുക, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പയ്യെ ഈ ഒരു വെബ്സൈറ്റുമായിട്ട് പിന്നെ എന്താ ഒന്ന് ഫെമിലർ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നീട് ആപ്പും പിന്നീട് ആ ജാവ ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് അതിൽ പിന്നീട് പഠിക്കാം. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി, ഈ ഒരു ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വീഡിയോ പ്ലേ ചെയ്യാനുണ്ട്, നിങ്ങളുടെ കോർഡിനേറ്റർ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഹെൽപ്പ്. ഓക്കെ സർ. ഓഡിയോ ഒന്ന് എനേബിൾ ആക്കുമോ? പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ വരുന്നില്ല. സർ ഓഡിയോ വരുന്നില്ല. പ്രസന്റിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓക്കെ, ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എനിക്കൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്താണെന്നുള്ള ഗ്രൂപ്പിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ എനിവൺ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം സാറിനോട്. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ ഓഡിയോ ഓൺ ആക്കിയിട്ട് ചോദിക്കാം. നമ്മളെ ഇടയിൽ നല്ല ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സിലും ഉണ്ടല്ലോ. അവർക്കൊക്കെ നിങ്ങൾക്ക് സംശയം കാണും, ഈ ഏരിയയിൽ എന്തായാലും ഇൻട്രസ്റ്റഡ് ആയിരിക്കുമല്ലോ. സാർ, നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും ഈവൻ ബൈക്കിൽ ട്രിപ്പ് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മുടെ ചെയ്യാൻ പറ്റും. അങ്ങനെ പല കുറേയേറെ ടൂളുകൾ ഉണ്ട് ഇതിൽ. സ്റ്റുഡൻസിന്റെ ഇടയിൽ നല്ല എക്സ്പേർട്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അത് അല്ലാതെ തന്നെ മാപ്പിങ്ങിലേക്കുള്ള കുറെ എക്സ്പേർട്സ് അവിടെ ഉണ്ട്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മാപ്പത്തോണിൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്.
സർ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അതെങ്ങനെ ഡൗട്ട് പിന്നാലെ വന്നോളൂ. അതങ്ങനെ ഒരു ചെയിൻ ആയിട്ടൊന്ന് പോകും. സോ നമ്മളെ പരിപാടി നന്ദി പറയാൻ വേണ്ടിയിട്ട് NSS വോളണ്ടിയർ ആയ അക്ഷയെ ക്ഷണിക്കുന്നു. അക്ഷയ. ഹലോ, കേൾക്കുന്നില്ലേ? മനസ്സ് നന്നാവട്ടെ. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ്, GCK സെക്രട്ടറി ആൻഡ് സ്റ്റാഫ് അഡ്വൈസർ, ട്രിപ്പിളി ISTA GCK അസോസിയേറ്റ് പ്രൊഫസർ അശോകൻ OB സർ, NSS പ്രോഗ്രാം ഓഫീസർ, റിസോഴ്സ് പേഴ്സൺ, വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ റിതിൻ രാജ് VR. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. NSS GCK നടത്തിയ വഴിവിളക്ക് എന്ന് പേരിട്ട ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് അവയർനെസ് പ്രോഗ്രാം എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മനോഹരമായ വാക്കുകളിലൂടെ നമുക്ക് എന്നും പ്രചോദനമേകുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വഴിവിളക്ക് എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചീഫ് ഗസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ GCK സെക്രട്ടറി ആൻഡ് സ്റ്റാഫ് അഡ്വൈസർ അശോകൻ OB സർ, എൻ്റെ പേരിലും NSS GCKയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. പ്രാദേശിക മാപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്ന് മനസ്സിലാക്കി തന്ന വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ റിസോഴ്സ് പേഴ്സൺ റിതിൻ രാജ് സാറിനെ എൻ്റെ പേരിലും NSS GCKയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ചെയ്ത് സംസാരിച്ച NSS വോളണ്ടിയർ സെക്രട്ടറി തേജശ്രീയെ എൻ്റെ പേരിലും NSS GCKയുടെ പേരിലും നന്ദി പറയുന്നു. വഴിവിളക്ക് എന്ന OSM അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ പേരിലും NSS GCKയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു അക്ഷയ. സർ, ഇനി ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്തൂടെ? വിജിൻ സർ, തേജസ്വി, എല്ലാവരോടും വീണ്ടും കാണാം. തൽക്കാലം താങ്ക് യു സർ. താങ്ക് യു.